ആദ്യത്തെ പാർട്ടുകൾ കേൾക്കാത്തവർ അത് കേട്ടിട്ട് ഇത് കേൾക്കുക. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. യാദവ്, കീപ് ദിസ്. കറാച്ചിയിൽ നിന്നും എനിക്ക് കേൾക്കേണ്ടത് ഈ വാക്കാണ്. അത് കേട്ട യാദവ് പേപ്പർ തുറന്നു നോക്കി. 1971 ഡിസംബർ 4, സമയം ഉച്ചകഴിഞ്ഞ് 2 മണി. ഓഖ തുറമുഖം, ഗുജറാത്ത്. കിലോ ക്ലോസ് മിസൈൽ ബോട്ടുകളായ INS വീർ, INS നീപതും ലഫ്റ്റനന്റ് കമാൻഡർ AK കവീനയുടെയും ലഫ്റ്റനന്റ് കമാൻഡർ JJ മേത്തയുടെയും നേതൃത്വത്തിൽ മുംബൈ തുറമുഖത്ത് നിന്നും ഓഖ തുറമുഖത്തേക്ക് എത്തിയിരുന്നു. മുൻപ് നിശ്ചയിച്ച പ്രകാരം ബോട്ട് ജാർവാറിക് ജുഗാഡ് ഉപയോഗിച്ച് കെട്ടിവലിച്ചുകൊണ്ടാണ് ഓഖ തീരത്തേക്ക് എത്തിച്ചത്. AK കവീനയും JJ മേത്തയും ലഭിച്ച സന്ദേശമനുസരിച്ച് കമാൻഡർ BD യാദവിനെ കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനായി പോകുകയായിരുന്നു. കവീന സാബ്, നമ്മളെന്തിനാണ് ഇവിടേക്ക് വിളിച്ചിരിക്കുന്നത്? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്? ലഫ്റ്റനന്റ് കമാൻഡർ മേത്ത കവീനയോട് ചോദിച്ചു. മേത്ത സാബ്, നമ്മളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചിന്തിച്ച് സമയം കളയുന്നത് എന്തിന്? വി ആർ ദ 25 ബോട്ട് സ്ക്വാഡൻ ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ തീരങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. സ്വന്തം ജീവൻ കൊടുത്തും അത് നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ എന്തു വില കൊടുത്തും നമ്മുടെ കടലിനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ആ ദൗത്യം നിർവഹിക്കാനാണ് നമ്മൾ വെളുത്ത യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്. കവീന അഭിമാനത്തോടെ ഗാംഭീര്യത്തോടെ പറഞ്ഞു. അത് കേട്ട് മേത്തയുടെയും മുഖത്ത് പുഞ്ചിരി പടർന്നു. അപ്പോഴേക്കും അവർ ഓഖ തുറമുഖത്ത് വടക്ക് ഭാഗത്തുള്ള കെട്ടിടത്തിൽ എത്തിയിരുന്നു. കെട്ടിടത്തിന്റെ കോൺഫറൻസ് ഹാളിലേക്ക് ഇരുവരും നടന്നു കയറി. കമാൻഡർ BD യാദവ് അവരെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. യാദവിനെ കണ്ടതും കവീനയും മേത്തയും സല്യൂട്ട് ചെയ്തു. കമാൻഡിംഗ് ഓഫീസർ ഓഫ് INS നീപത് ലഫ്റ്റനന്റ് കമാൻഡർ AK കവീന റിപ്പോർട്ടിംഗ് സാർ. കവീന ഉറക്കെ പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസർ ഓഫ് IAS വീർ JJ മേത്ത റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി സാർ. മേത്തയും യാദവിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ജെന്റിൽമാൻ, പ്ലീസ് ബി സീറ്റഡ്. യാദവ് അവർക്ക് ഇരിക്കാനുള്ള നിർദ്ദേശം നൽകി. അപ്പോഴേക്കും മറ്റു 3 പേർ കൂടി അവിടേക്ക് കടന്നു വന്നു. കവീന സാബ്, ദിസ് ആർ കമാൻഡർ വിശാൽ സാഡു ഓഫ് INS കച്ചാൽ ആൻഡ് കമാൻഡർ വീർ റാവു ഓഫ് INS കിൽട്ടൺ. ഫൈനലി അവർ ഡിയർ ലഫ്റ്റനന്റ് കമാൻഡർ IV ശർമ്മ ഓഫ് INS നീർഘട്ട്. യാദവ് അവരെ 3 പേരെയും മേത്തയ്ക്കും കവീനയ്ക്കും പരിചയപ്പെടുത്തി. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഗൗരവമേറിയൊരു മിഷനെ കുറിച്ച് പറയാനാണ്. മറ്റ് 5 പേരും യാദവിനെ ആകാംക്ഷയോടെ നോക്കി. നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിന് നേരെ യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ കടന്നു കയറി എയർ അറ്റാക്ക് നടത്തിയിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതിന് പകരം ചോദിക്കാൻ നമുക്കൊരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. വി ആർ ഗോയിങ് ടു അറ്റാക്ക് കറാച്ചി പോർട്ട്. ഇന്ന് രാത്രി കറാച്ചി തുറമുഖം നമ്മൾ തകർത്തിരിക്കും. നമ്മുടെ പ്രധാന ലക്ഷ്യം കറാച്ചിയിലെ അവരുടെ മെറ്റാലിക് ഓയിൽ സ്റ്റോറേജ് ആയിരിക്കും. നാളെ പുലരുമ്പോൾ ലോകം കേൾക്കേണ്ടത് കറാച്ചി കത്തി തീർന്നു എന്ന വാർത്തയായിരിക്കണം. യെസ് സാബ്, വി ആർ വിത്ത് യു. അവർ ഒരേ സ്വരത്തിൽ യാദവിന് പിന്തുണ നൽകി. ജെന്റിൽമാൻ, ഇസ് മിഷൻ ക നാം ഹേ ഓപ്പറേഷൻ ട്രൈഡന്റ്. വാക്കുകൊണ്ട് പറയാൻ എളുപ്പവും എന്നാൽ പ്രവൃത്തിയിൽ ഏറ്റവും ദുഷ്കരമായ ഒരു മിഷനാണിത്. ഇത് പൂർത്തിയാക്കി ആരൊക്കെ തിരിച്ചു വരുമെന്ന് എനിക്ക് പറയാനാവില്ല. നമ്മുടെ ലക്ഷ്യത്തിന് പ്രതിബന്ധങ്ങൾ തീർക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പാകിസ്ഥാൻ എയർ പെട്രോളിംഗ്, അവരുടെ നാവിക വിന്യാസം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരുടെ അത്യാധുനിക റഡാർ സംവിധാനം. ഇതെല്ലാം നമുക്ക് പ്രതികൂല ഘടകമാണ്. കറാച്ചി തുറമുഖത്തോട് അടുക്കുന്ന നിമിഷം മുതൽ നമ്മളെ ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ സബ്മറൈൻസ്, ഡിസ്ട്രോയർ ഷിപ്പുകളെല്ലാം നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ്. പക്ഷെ എന്തൊക്കെ തടസ്സം നിന്നാലും ഇനി ദൈവം തന്നെ അവരോടൊപ്പം ഉണ്ടായാലും ജയം അത് നമുക്കായിരിക്കണം. മിഷനിൽ നിന്നൊരു പിന്മാറ്റം അത് മരണതുല്യമാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് സാർ. അത് പക്ഷേ ശത്രുവിൻ്റെ നെഞ്ച് തകർത്തിട്ടായിരിക്കുമെന്ന് മാത്രം, കമാൻഡർ റാവു യാദവിനോട് പറഞ്ഞു. യാദവ് അവർക്ക് പുഞ്ചിരി നൽകി. യാദവ് സാബ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്? ശർമ്മ യാദവിനോട് ചോദിച്ചു. എക്സലന്റ് ക്വസ്റ്റ്യൻ ശർമ്മ. ഇത്രയും ദുർഘടമായ ഒരു മിഷൻ സക്സസ് ആകണമെങ്കിൽ നമ്മൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായേ തീരൂ. ഫസ്റ്റ് ഓഫ് ഓൾ, നിപതിൻ്റെ നിയന്ത്രണം ഈ മിഷൻ കഴിയുന്നത് വരെയും ഞാൻ ഏറ്റെടുക്കും. കമാൻഡർ, ഐ വെൽക്കം ടു യു മൈ ഷീപ്പ്. നിപതിൻ്റെ കമാൻഡിംഗ് ഓഫീസറായ കവീന യാദവിനോട് പറഞ്ഞു. താങ്ക് യു ലഫ്റ്റനന്റ് കമാൻഡർ. ഇനി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യാദവ് അവരെ നോക്കി തൻ്റെ തന്ത്രങ്ങൾ വിശദീകരിക്കാൻ ആരംഭിച്ചു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ പോരായ്മകളും തന്ത്രങ്ങളും മാത്രമാണ്. നമ്മുടെ കപ്പലുകൾ വലിപ്പം കൊണ്ട് ചെറുതായിരിക്കാം, പക്ഷേ നമ്മുടെ വെഗയോട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ പോലും പാകിസ്ഥാൻ നേവിക്കില്ല. നമ്മൾ വഹിക്കേണ്ടത് അവരുടെ എയർ സ്ട്രൈക്കാണ്. അവിടെയും നമുക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. പാകിസ്ഥാൻ എയർഫോഴ്സിന് രാത്രി നിരീക്ഷണം നടത്താനുള്ള വിമാനങ്ങൾ ഇനിയും നേടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായുള്ള എയർ അറ്റാക്ക് പേടിക്കേണ്ടതില്ല. മറിച്ച് രാത്രി തന്നെ നമ്മൾ നടത്തുന്ന അപ്രതീക്ഷിതമായുള്ള അറ്റാക്കിൽ അവർ പതറിപ്പോകുമെന്ന് ഉറപ്പാണ്. പിന്നെ നമ്മുടെ മിസൈൽ കോർവെറ്റ്, ഷിപ്പുകളുടെ റാങ്ക് ഔട്ട് റഡാർ സംവിധാനവും മിസൈലുകളുടെ കൃത്യതയും റഷ്യയിലെ പരിശീലനത്തിൽ പലതവണ ആ മികവ് നമ്മൾ കണ്ടതാണ്. ഇന്ന് ആ മികവ് പാകിസ്ഥാൻ അനുഭവിച്ചറിയും.
യാദവ് പറഞ്ഞത് മറ്റുള്ളവരുടെ മുഖത്ത് വിജയിച്ചിരി വിടർന്നു. അവർ പ്ലാൻ വാസ് സെയിൽ വെസ്റ്റ് വേഴ്സ് ആൻഡ് ദെൻ സെയിൽ നോർത്ത് വേഴ്സ് ടു കറാച്ചി. കറാച്ചിക്ക് 75 നോട്ടിക്കൽ അകലെ വരെ ഈ മിഷനിൻ്റെ ടെക്നിക്കൽ കമാൻഡ് കമാൻഡർ റാഡുവിനായിരിക്കും. അതിനുശേഷം ഞാൻ കമാൻഡ് ഏറ്റെടുക്കും. ദെൻ ഗെറ്റ് റെഡി ബോയ്സ്. യാദവ് പറഞ്ഞത് കേട്ട് 5 പേരും എഴുന്നേറ്റ് നിന്ന് യാദവിനെ സല്യൂട്ട് ചെയ്തു. മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. അവർ എന്താ എന്ന മട്ടിൽ യാദവിനെ നോക്കി. അതിൽ ആദ്യത്തേത് കറാച്ചി തുറമുഖത്ത് സ്ഥാപിച്ചിരിക്കുന്ന കോസ്റ്റൽ ഗൺസിനെ കുറിച്ചാണ്. ഇന്ത്യൻ തീരങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി, അതായത് 16 ഇഞ്ച് വലിപ്പമുള്ള കോസ്റ്റൽ ഗൺസാണ് അവരുടേത്. അതിൽ നിന്നുതിരുന്ന ഓരോ വെടിയുണ്ടക്ക് പോലും നിങ്ങളുടെ ബോട്ടിൽ മാരക പ്രത്യാഘാതം ഏൽപ്പിക്കാൻ സാധിക്കും. കറാച്ചി തുറമുഖത്തോട് അടുക്കുംതോറും ഏത് നിമിഷവും അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. രണ്ടാമത്തെ കാര്യം, സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ മരണമാണെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും. ഡോൺ വറി സാബ്, ജയം നമുക്കൊപ്പമായിരിക്കും, കവീന യാദവിനോട് പറഞ്ഞു. യാദവ് അയാൾക്ക് പുഞ്ചിരി നൽകിക്കൊണ്ട് റാഡുവിനെ നോക്കി. റാഡു സാബ്, നമ്മൾ 75 നോട്ടിക്കൽ മൈൽ എത്തുന്നതുവരെ കംപ്ലീറ്റ് റേഡിയോ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് വി വിൽ സെയിൽ ഇൻ ആരോ ഹെഡ് ഫോർമേഷൻ. യെസ് സാർ, റാഡു യാദവിന് മറുപടി നൽകി. സമയം രാത്രി 2 മണി. നാവികസേനയുടെ 5 ബോട്ടുകളും കറാച്ചി തീരത്തോട് 80 നോട്ടിക്കലിൽ മൈൽ അരികിലെത്തി. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാവിൽ കടലിനെ കീറിമുറിച്ചുകൊണ്ട് 5 ബോട്ടുകളും മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. യാദവ് സാർ, വി ആർ ക്രോസിംഗ് ഓൺ ദ കറാച്ചി ഹാർബർ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതുവരെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ ഇനിയാണ് നമുക്ക് യഥാർത്ഥ വെല്ലുവിളി നേരിടാൻ പോകുന്നത്. INS നിപിൻ കവീന യാദവ് അതുവരെയുള്ള കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുകയായിരുന്നു. ഐ നോ കവീന സാബ്, നമ്മളിപ്പോൾ പാകിസ്ഥാൻ നേവിയുടെ നിരീക്ഷണ പരിധിക്കുള്ളിലാണുള്ളത്. ഏത് നിമിഷവും അവർ നമ്മളെ തിരിച്ചറിഞ്ഞേക്കാം. പക്ഷെ ഇപ്പോഴും നമുക്ക് റഡാർ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നമ്മൾ റഡാർ സംവിധാനം ഓൺ ചെയ്യുന്ന അതേ നിമിഷം തന്നെ നമ്മൾ പിടിക്കപ്പെടും. മാക്സിമം റേഡിയോ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. കമാൻഡർ സാബ്, വി ഹാവ് എ പ്രോബ്ലം. അവർക്ക് അരികിലേക്ക് എത്തി പെറ്റി ഓഫീസർ കുര്യച്ചൻ പറഞ്ഞു. എന്തു പറ്റി കുര്യച്ച, എന്താ പ്രശ്നം? യാദവ് അയാളോട് ചോദിച്ചു. സാബ്, കടലിൽ കവരടിച്ച് കിടക്കുകയാണ്. ഇനി മുന്നോട്ട് ഏത് നിമിഷവും മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും ശത്രുക്കൾക്ക് നമ്മളെ കാണാൻ സാധിക്കും. അത് കേട്ടത് യാദവ് ബോട്ടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. കവരടിച്ച് കിടന്ന കടലിനെ കീറിമുറിച്ചാണ് ബോട്ടുകൾ മുന്നോട്ട് പോകുന്നത്. 5 ബോട്ടുകളും തീർത്ത ഓളത്തിൽ തിളങ്ങുന്ന നീല നിറത്തിൽ കടൽ ഇളകി മറിയുന്നുണ്ട്. പൂർണ്ണ ചന്ദ്രനായതുകൊണ്ട് തന്നെ മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും കപ്പലുകൾ തീർക്കുന്ന ഓളം കാണാൻ സാധിക്കും. പ്രകൃതി പോലും തങ്ങൾക്ക് എതിരാണെന്ന് യാദവ് ഒരു നിമിഷം ചിന്തിച്ചു പോയി. യാദവ് സാബ്, ദിസ് ഈസ് നോട്ട് ഗുഡ്. വാട്ട് വിൽ ഡു? ആശങ്കയോടെ കവീന യാദവിനോട് ചോദിച്ചു. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ദർ ഈസ് നോ ടേണിംഗ് ബാക്ക് ഫ്രം ദിസ് മിഷൻ. മറ്റ് ഷിപ്പുകളിലേക്കും സിഗ്നൽ കൊടുക്കുക, ഈ കറക്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, യാദവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. യെസ് സാർ, മേത്ത നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. സമയം രാത്രി 2:45. കറാച്ചി തീരത്തിന് 70 നോട്ടിക്കൽ മൈൽ പരിധിക്കുള്ളിൽ പ്രവേശിച്ചിട്ട് 45 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. കമാൻഡർ റാവുവിൽ നിന്ന് യാദവ് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. ബോട്ടുകളുടെ റേഡിയോ ഫ്രീക്വൻസി ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാൻ യാദവ് ലൗഡ് ഹെയറിലൂടെ വിളിച്ചു പറഞ്ഞ 5 ബോട്ടുകളും ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു. ബോയ്, നൗ യു ക്യാൻ സ്വിച്ച് ഓൺ യുവർ റഡാർ സിസ്റ്റം ആൻഡ് കീപ് വാച്ചിങ് ഫോർ എനിമി ഷിപ്സ് ആൻഡ് സബ്മറൈൻസ്. വി ആർ ഇൻ ദ എനിമി ടെറിട്ടറി. റേഡിയോ ഫ്രീക്വൻസിയിലൂടെ യാദവ് മറ്റ് കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി. അവർ കറാച്ചി തീരത്തോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. ഏതു നിമിഷവും പാകിസ്ഥാൻ നിരീക്ഷണ കപ്പലുകളുടെ കണ്ണിൽപ്പെടാം. ആ അവസ്ഥയിലും അവർ ദൗത്യവുമായി മുന്നോട്ട് പോയി. ലഫ്റ്റനന്റ് കമാൻഡർ ശർമ്മയുടെ നേതൃത്വത്തിൽ നിർഗഡ് കറാച്ചി തീരത്തിന്റെ പടിഞ്ഞാറ് ഭാഗം നിരീക്ഷിക്കുകയായിരുന്നു. റഡാറിൽ പെട്ടെന്നുണ്ടായ സാന്നിധ്യം കണ്ട് സെക്കൻഡ് ഓഫീസർ ദാസ് അമ്പരുന്നു. അയാൾ ഉറക്കെ ശർമ്മയെ വിളിച്ചു. സാബ്, റഡാറിൽ എന്തോ പിക്കായിട്ടുണ്ട്, എന്തോ ഒരു വലിയ സംഭവം. ശർമ്മ അവിടേക്ക് പാഞ്ഞെത്തി. ദാസ് പറഞ്ഞത് സത്യമായിരുന്നു. ദീപക്, യാദവ് സാബിനെ ലൈനിൽ വിളിക്ക്, ഇമ്മീഡിയറ്റ്ലി. ശർമ്മയുടെ അലർച്ച കേട്ടതും ഓപ്പറേറ്റർ ദീപക് നിപ്പത്തിന്റെ റേഡിയോ ഫ്രീക്വൻസിയിലൂടെ വിളിക്കാൻ ശ്രമിച്ചു. ചാർലി കോളിംഗ് കിലോ 25 യാദവ് സാബ്, വി ഹാവ് എ ടാർഗറ്റ് ഓൺ ദ സൈറ്റ് അബൌട്ട് 22 നോട്ടിക്കൽ മൈൽ ഫ്രം കറാച്ചി. സാർ, ഇറ്റ്സ് എ ബിഗ് വൺ മൂവിങ് സൗത്ത് വെസ്റ്റ്. ശർമ്മ, എനിക്ക് തോന്നുന്നു അതൊരു വാർഷിപ്പാണെന്നാണ്. ഇറ്റ്സ് ടൈം ഫോർ ദ ആക്ഷൻ. ശർമ്മ, ലോഡ് ദ നമ്പർ 1 മിസൈൽ. യാദവ് ശർമ്മയ്ക്ക് നിർദ്ദേശം നൽകി. റോജർ, ദാറ്റ് കിലോ 25 ലോഡിംഗ് നമ്പർ 1 മിസൈൽ. ശർമ്മ യാദവിനോട് പറഞ്ഞതും ശർമ്മയുടെ നിർദ്ദേശം കാത്തിരുന്ന നാവികൻ മിസൈൽ ലോഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു. യെസ് സാബ്, നമ്പർ 1 മിസൈൽ ഈസ് ലോഡിംഗ്. ചാർലി കോളിംഗ് കിലോ 25. സാബ്, നമ്പർ 1 മിസൈൽ ഈസ് ലോഡഡ് ആൻഡ് റെഡി ടു എൻഗേജ്. ശർമ്മ യാദവിനെ അറിയിച്ചു. ചാർലി, ലോഞ്ച് ദ നമ്പർ 1 മിസൈൽ. യാദവ് പറഞ്ഞു. റോജർ, കിലോ 25 നമ്പർ 1 മിസൈൽ ലോഞ്ചിങ്. ശർമ്മ പറഞ്ഞതും നാവികർ ആദ്യ മിസൈൽ പാകിസ്ഥാൻ കപ്പലിന് നേരെ തൊടുത്തു.
വൻ ശബ്ദത്തോടെ നിർഘഡിൽ നിന്നും റഷ്യൻ നിർമ്മിത സ്റ്റിക്സ് മിസൈൽ പറന്നുയർന്നു. അത് ലക്ഷ്യം വെച്ച് പാഞ്ഞത് പാകിസ്ഥാൻ ഡിസ്ട്രോയർ ഷിപ്പ് PNS ഖൈബറിനെയായിരുന്നു. ആകാശത്ത് നിന്നും തങ്ങൾക്ക് നേരെ പാഞ്ഞിറങ്ങുന്ന മിസൈൽ കണ്ട് ഖൈബറിലെ നാവികർ വിറച്ചു. ക്യാപ്റ്റൻ വസീം മാലിക്കിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഖൈബർ. പാകിസ്ഥാൻ നാവികർക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ ആദ്യത്തെ സ്റ്റിക്സ് മിസൈല് കൊടുക്കാതെ ഖൈബറിന്റെ സ്റ്റാർബോർഡ് ഭാഗത്തേക്ക് പതിച്ചു. ആടിയുലഞ്ഞ കപ്പലിന്റെ പിൻഭാഗം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ജനാബ്, ഇന്ത്യൻ എയർഫോഴ്സ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ആകാശത്ത് നിന്നും പറന്നിറങ്ങിയ മിസൈൽ കണ്ട് അവ എയർഫോഴ്സിന്റെ ആക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ച നാവികൻ ക്യാപ്റ്റൻ വസീം മാലിക്കിനോട് പറഞ്ഞു. ദേഷ്യം കൊണ്ട് വരച്ച മാലിക് എയർ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ നിർദ്ദേശം നൽകി. നാവികർ ആകാശത്തേക്ക് വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. ഈ സമയം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മെയ്ഡി സിഗ്നലും ക്യാറ്റും നൽകിയിരുന്നു. മെയ്ഡി, ഖൈബർ ഹാസ് ബീൻ സ്ട്രൈക്ക് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റാർട്ട് ടു അറ്റാക്ക് അസ്. പാകിസ്ഥാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്മിറൽ ഇമ്രാൻ തൗഫീഖിന് നാവികർ നിർദ്ദേശം കൈമാറി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ അയാൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ സഹായം തേടി. നിർഘഡിൽ ശർമ്മ അടക്കമുള്ള നാവികർ റഡാറിലേക്ക് കണ്ണും നട്ടിരുന്നു. ആദ്യ മിസൈൽ തന്നെ ലക്ഷ്യം കണ്ടതും അവർ ആവേശം കൊണ്ട് ആർത്തു വിളിച്ചു. കിലോ 25, ദിസ് ഈസ് ചാർലി. നമ്മുടെ മിസൈൽ ലക്ഷ്യം കണ്ടു സാബ്, ബട്ട് ഇപ്പോഴും കപ്പലിനെ റഡാറിൽ കാണിക്കുന്നുണ്ട്. ചാർലി ലോഞ്ച് ദ നമ്പർ 2 മിസൈൽ. കപ്പൽ റഡാറിൽ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ട യാദവിന് ഖൈബറിനെ തകർക്കാൻ ഒരു മിസൈൽ കൊണ്ട് മാത്രം കഴിയില്ലെന്ന് മനസ്സിലായിരുന്നു. ലോഞ്ച് നമ്പർ 2 മിസൈൽ സാബ്. ശർമ്മയുടെ നിർദ്ദേശം ലഭിച്ചതും രണ്ടാമത്തെ മിസൈൽ കൂടെ ഖൈബറിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. ഇത്തവണ ഖൈബറിന്റെ ബോയിലർ റൂമിലേക്കാണ് മിസൈൽ പതിച്ചത്. രണ്ടാമത്തെ മിസൈൽ വരുന്നത് കണ്ടതും പാകിസ്ഥാനി നാവികർ കപ്പലിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. ക്യാപ്റ്റൻ വസീം മാലിക് അടക്കമുള്ള ചില നാവികർ രക്ഷപ്പെടാതെ ഖൈബറിന്റെ ഒപ്പം ആഴക്കടലിലേക്ക് മറഞ്ഞു. കിലോ 25 സാബ്, ടാർഗറ്റ് ഇപ്പോൾ റഡാറിൽ കാണിക്കുന്നില്ല. ഐ റിപ്പീറ്റ്, ടാർഗറ്റ് ഇപ്പോൾ റഡാറിൽ കാണിക്കുന്നില്ല. ശർമ്മ നൽകിയ സന്ദേശം കേട്ട് യാദവ് അടക്കമുള്ള നിപ്പത്തിലെ സൈനികർ ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചു. യാദവിന്റെ മുഖവും വിടർന്നു. ഗുഡ് ജോബ് ശർമ്മ, കീപ് വാച്ചിങ്. റേഡിയോ കട്ട് ചെയ്ത ശേഷം യാദവ് നാവികരോട് അവരുടെ പോസ്റ്റിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശം നൽകി. ഏറെ നേരം വൈകിയില്ല. രണ്ടാമത്തെ കപ്പൽ യാദവ് കമാൻഡിംഗ് ഓഫീസറായുള്ള നിപ്പത്തിന്റെ റഡാറിലാണ് പെട്ടത്. യാദവ് സാബ്, അവർ റഡാർ പിക്സ് അപ്പ് അനദർ ഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഹ്യൂജ്. കവീന യാദവിനോട് പറഞ്ഞു. യാദവ് അത് കേട്ടതും റഡാർ സ്ക്രീനിലേക്ക് നോക്കി. കവീന പറഞ്ഞത് ശരിയായിരുന്നു. മറ്റു കപ്പലുകളുടെ സിഗ്നലിനേക്കാൾ അതിന് വലിപ്പ കൂടുതലുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതൊരു വലിയ കപ്പലാണ്. അതൊരു മർച്ചന്റ് ഷിപ്പാവാനാണ് സാധ്യത. പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി ആയുധം സപ്ലൈ ചെയ്യുന്ന കപ്പലാകാം ഇത്. കവീന, ലോഞ്ച് നമ്പർ 1 മിസൈൽ. യാദവിന്റെ നിർദ്ദേശം കേട്ടതും കവീന നിപ്പത്തിലെ ആദ്യത്തെ മിസൈൽ ലോഞ്ച് ചെയ്തു. പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനെത്തിയ വീനസ് ചലഞ്ചർ എന്ന മർച്ചന്റ് ഷിപ്പായിരുന്നു അത്. കവീന, ലോഞ്ച് നമ്പർ 2 മിസൈൽ. ആദ്യ മിസൈൽ പതിക്കുന്നതിനു മുമ്പ് തന്നെ യാദവ് രണ്ടാമത്തെ മിസൈൽ കൂടി വീനസ് ചലഞ്ചറിന് നേരെ തൊടുത്തുവിട്ടു. 2 മിസൈലുകളും കൃത്യമായി ലക്ഷ്യം കണ്ടു. കപ്പലിന്റെ ഒരു ഭാഗം തകർന്ന വീനസ് ചലഞ്ചർ സാവധാനം കടലിലേക്ക് താണു. അടുത്ത അവസരം വീറിനായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ മേത്തയുടെ നിയന്ത്രണത്തിലായിരുന്ന വീറിന്റെ റഡാറിൽ തെളിഞ്ഞത് PNS മുഹാഫിസ് എന്ന മെയിൻ സ്വീപ്പറായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ അസ്ലം അക്കീഖാന്റെ നേതൃത്വത്തിലായിരുന്നു മുഹാഫിസ് ഉണ്ടായിരുന്നത്. കിലോ 25, ഗീവ് പെർമിഷൻ ടു എൻഗേജ്. മേത്ത യാദവിനോട് അനുവാദം ചോദിച്ചു. വീർ, എൻഗേജ് നൗ, ഡിസ്ട്രോയിറ്റ്. യാദവ് ആവേശത്തോടെ പറഞ്ഞു. യെസ് സാബ്, ലോഡിംഗ് നമ്പർ 1 മിസൈൽ. വീറിൽ നിന്നുയർന്ന മിസൈൽ ഏറ്റെടുത്തതും മുഹാഫിസ് ഒരു കല്ല് കണക്കെ കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. കിലോ 25, ടാർഗറ്റ് സിംഗ്ഡ് സിംലയിലേക്ക് റോക്ക്. ഗുഡ് ജോബ് ബോയ്സ്. നൗ വി ക്യാൻ ഗോ ഫർദർ നോർത്ത് ടു കറാച്ചി. ബി കെയർഫുൾ ബോയ്സ്. പാകിസ്ഥാന്റെ കോൺസ്റ്റൽ ഗണ്ണിന്റെ പരിധിയിലാണ് നാം ഇപ്പോൾ. അവർക്കിപ്പോൾ തന്നെ അറ്റാക്ക് ഉണ്ടായെന്ന മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാകും. സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോവുക. യാദവിന്റെ നിർദ്ദേശമനുസരിച്ച് 5 കപ്പലുകളും കറാച്ചി തുറമുഖത്തിന്റെ പല ഭാഗത്തേക്ക് നീങ്ങി. സാർ, വി ആർ ക്രോസിംഗ് ഇൻ. നമ്മൾ കറാച്ചി ഹാർബറിൽ നിന്നും വെറും 80 മൈൽ മാത്രം അകലെയാണുള്ളത്. കവീന യാദവിന് മുന്നറിയിപ്പ് നൽകി. നിപ്പത്തായിരുന്നു ഏറ്റവും മുന്നിൽ. കവീന, ശ്രദ്ധിച്ചു പോകുക. കീപ് മൂവിങ്. യാദവ് കവീനയോട് നിർദ്ദേശിച്ചു. യെസ് സാബ്, മൂവിങ് ഫോർവേഡ്. കവീന യാദവിന്റെ നിർദ്ദേശം നാവികർക്ക് കൈമാറി. കൂടുതൽ മുന്നോട്ട് സഞ്ചരിച്ച നിപ്പത്ത് കറാച്ചി പോർട്ടിന്റെ തൊട്ടടുത്തെത്തിയിരുന്നു. ഏത് നിമിഷവും പിടിക്കപ്പെടാമെന്ന അവസ്ഥ. പിടിക്കപ്പെട്ടാൽ മരണമാണെന്ന് ഏവർക്കും അറിയാമായിരുന്നു. റഡാറിൽ കണ്ണും നട്ടിരുന്ന കവീനയുടെ മുഖം വിടർന്നു. എനിക്ക് റഡാറിൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അതൊരു ഓയിൽ റിസർവ് ആണെന്നാണ്, കവീന ആവേശത്തോടെ പറഞ്ഞു. വെരി ഗുഡ് ജോബ് കവീന. ലോഞ്ച് നമ്പർ 3 മിസൈൽ. യാദവ് ഉറക്കെ അലറി. കവീന മൂന്നാമത്തെ മിസൈൽ തൊടുത്തതും അത് ഓയിൽ ടാങ്കിനെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. പൊടുന്നനെ ലക്ഷ്യം മാറി മൂന്നാമത്തെ മിസൈൽ കറാച്ചി തീരത്തേക്ക് പതിച്ചു. റഡാറിൽ നോക്കിയിരുന്ന യാദവും കവീനയും അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. കവീന, എന്താണ് സംഭവിച്ചത്? യാദവ് ആദ്യ കൊണ്ട് ചോദിച്ചു. ഐ ഡോണ്ട് നോ സാബ്, മേ ബി എ മാൽ ഫംഗ്ഷനിങ്. കവീന തന്റെ നിഗമനം യാദവിനോട് പങ്കുവച്ചു.
കവീന, ഈ നിമിഷം നമ്മളെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിരിക്കും. ചിന്തിക്കാൻ സമയമില്ല കവീന. ലോഞ്ച് നമ്പർ 4 മിസൈൽ. യെസ് സാബ്, ലോഞ്ച് നമ്പർ 4 മിസൈൽ. 4ാമത്തേതും നിപ്പത്തിലെ അവസാനത്തേതുമായ മിസൈൽ കറാച്ചി ഓയിൽ ടാങ്കിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. റഡാറിൽ ഓരോ ബീപ് ശബ്ദം കേൾക്കുമ്പോഴും അതിന്റെ 1000 മിനിറ്റ് വേഗത്തിൽ നിപ്പത്തിലെ നാവികരുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരുന്നു. വായുവിനെ കീറിമുറിച്ച് മുന്നേറിയ മിസൈൽ അതിന്റെ ലക്ഷ്യം ഭേദിച്ചു. കറാച്ചിയിലെ ഓയിൽ ശേഖരത്തിലെ ടാങ്ക് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അഗ്നിഗോളം സമീപത്തെ ഓയിൽ ടാങ്കുകളിലേക്കും പടർന്നു പിടിച്ചു. കറാച്ചിയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും നോക്കി നിൽക്കെ കാറ്റുപോലെ തീ മറ്റു മേഖലകളിലേക്കും പടർന്നു കയറി. കറാച്ചി കത്തി അമരുന്നത് മൈലുകൾക്കപ്പുറം നിന്ന് നിപ്പത്തിന് കാണാമായിരുന്നു. അത്ര ഉയരത്തിലാണ് അഗ്നിഗോളം ഉയർന്നു പൊങ്ങിയത്. തങ്ങളുടെ ലക്ഷ്യം വിജയം കണ്ട സന്തോഷത്തിൽ 5 ബോട്ടുകളിലും ഉണ്ടായിരുന്ന ഇന്ത്യൻ നാവികർ ആർപ്പ് വിളിച്ചു. വി ഡിഡ് ഇറ്റ് കവീന, വി ഡിഡ് ഇറ്റ് ദാറ്റ് ഇമ്പോസിബിൾ. യാദവ് ആവേശം കൊണ്ട് കവീനയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് യാദവിന് അഡ്മിറൽ നന്ദ അവസാനം കൈമാറിയ സന്ദേശത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. യാദവ് നിപ്പത്തിൽ നിന്നും ദില്ലിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് മെസ്സേജ് നൽകി. അങ്കാർ, ഐസെ അങ്കാർ. അവർക്ക് നൽകിയ മിഷന്റെ സക്സസ് കോഡായിരുന്നു അങ്കാർ എന്ന വാക്ക്. നിപ്പത്തിനെ കുളിരണിയിപ്പിച്ചു. ജെന്റിൽമാൻ, വി ക്യാൻ സെലിബ്രേറ്റ്. പക്ഷെ അതിനുള്ള സമയം ഇതല്ല. നമ്മുടെ മിഷന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. സൂര്യന്റെ ആദ്യ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന സമയം പാകിസ്ഥാന്റെ എയർ അറ്റാക്ക് നമുക്ക് നേരെ ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. യാദവ് 5 കപ്പലുകൾക്കും തിരികെ മടങ്ങാനുള്ള നിർദ്ദേശം നൽകി. പക്ഷെ അവരിൽ ഒരാളെ കാത്തിരിക്കുന്ന ദുരന്തം അപ്പോഴാരും അറിഞ്ഞിരുന്നില്ല. പാകിസ്ഥാൻ എയർഫോഴ്സ് ആസ്ഥാനത്ത് നിർത്താതെ ഫോൺ മുഴങ്ങുന്നത് കേട്ടാണ് കോർപ്പറൽ ഇമ്രാൻ തൗഫീഖ് ഫോൺ എടുത്തത്. എയർബേസ്, ദിസ് ഈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ അയ്യൂബ് ഹസൻ. ഐ വാണ്ട് ടു സ്പീക്ക് വിത്ത് എയർ മാർഷൽ അബ്ദുൽ വസീം ഖാൻ. ഇറ്റ്സ് ആൻ എമർജൻസി. മറുവശത്ത് നിന്നും അഡ്മിറൽ ഹസന്റെ ശബ്ദം കേട്ടതും തൗഫീഖ് ഒന്ന് വിറച്ചു. അയാൾക്ക് മറുപടി പറയാൻ ഭയം തോന്നി. ഹലോ, ആർ യു ലിസണിംഗ്? ഹസൻ ഫോണിലൂടെ വീണ്ടും പറഞ്ഞതും തൗഫീഖ് സംസാരിച്ചു. അഡ്മിറൽ സാബ്, ഐ ആം സോറി. എയർ മാർഷൽ വിശ്രമിക്കുകയാണ്. കോളുകളൊന്നും ഇപ്പോൾ കൈമാറണ്ടെന്നാണ് നിർദ്ദേശം. തൗഫീഖ് പറഞ്ഞത് കേട്ടതും ഹസൻ ദേഷ്യം കൊണ്ട് വിറച്ചു. എനിക്കിങ്ങോട്ട് തിരിച്ചൊന്നും കേൾക്കണ്ട. ഇപ്പോൾ തന്നെ അയാളെ കണക്ട് ചെയ്യ്. ഹസന്റെ ദേഷ്യപ്പെട്ടുള്ള ശബ്ദം കേട്ടതും തൗഫീഖ് നിവൃത്തിയില്ലാതെ കോൾ എയർ മാർഷൽ വസീം ഖാന് കൈമാറി. വിശ്രമമുറിയിൽ സ്ഥാപിച്ചിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഉറക്കത്തിലായിരുന്ന വസീം ഖാൻ എഴുന്നേൽക്കുന്നത്. അയാൾ തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. നേരം പുലരാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഫോണെടുത്ത് കാതിൽ വെച്ചതും മറുവശത്ത് നിന്നും ഹസൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഖാൻ ഞെട്ടി. അഡ്മിറൽ, ഇത് സത്യമാണോ? ഖാൻ വിശ്വാസം വരാതെ ചോദിച്ചു. യെസ് സാർ. ഇന്ത്യൻ നേവി കറാച്ചി തുറമുഖത്ത് ആക്രമണം നടത്തി. നമ്മുടെ 3 ഷിപ്പുകളും കറാച്ചി ഓയിൽ ശേഖരവും തകർത്തു. എയർ മാർഷൽ, ഐ നീഡ് യുവർ അസിസ്റ്റൻസ്. ഇന്ത്യൻ കപ്പലുകളിൽ നിന്നും ഒരു നാവികർ പോലും കറാച്ചി തീരത്ത് നിന്നും ജീവനോടെ രക്ഷപ്പെടരുത്. മേക്ക് ഇറ്റ് ഫാസ്റ്റ് എയർ മാർഷൽ. എന്നാൽ ഹസൻ പറഞ്ഞത് കേട്ടൊന്നും ഖാൻ പ്രതികരിച്ചില്ല. ഖാൻ സാബ്, ആർ യു ലിസണിംഗ്? ഹസൻ വീണ്ടും ചോദിച്ചു. യെസ് അഡ്മിറൽ, ഐ ആം ലിസണിംഗ്. പക്ഷെ അത് പറയാൻ ഖാന് ഒരു വിമുഖത തോന്നി. എയർ മാർഷൽ, ഓരോ നിമിഷവും വൈകുന്തോറും അത് ശത്രുക്കൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കും. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഐ ആം സോറി അഡ്മിറൽ. എന്നെ കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കില്ല. ഖാന്റെ വാക്കുകൾ കേട്ട് ഹസൻ ഞെട്ടിത്തിരിച്ചു. ഖാൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വല്ല ബോധ്യവുമുണ്ടോ? ഇന്ത്യക്കാർ വന്ന കറാച്ചി കത്തിച്ചിട്ട് പോയിട്ടും ശത്രുവിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കസാരയിലിരിക്കുന്നത്? ഷേം ഓൺ യു എയർ മാർഷൽ. ഹസൻ ദേഷ്യം കൊണ്ട് പറച്ചു. അഡ്മിറൽ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. ഖാൻ ഒരു താക്കീതെന്നോണം ഹസനോട് പറഞ്ഞു. യെസ് ഡാം ഇറ്റ്, ഐ ആം ക്രോസിംഗ് ദ ലിമിറ്റ്. എയർ മാർഷൽ, നിങ്ങളൊരു പാകിസ്ഥാൻ പൗരൻ തന്നെയാണോ? അതോ പാക് പൗരനായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു ഖാൻ. ഹസൻ പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ട ഖാനും ദേഷ്യം വന്നു. ലെറ്റ് മീ ടെൽ യു വൺ തിങ് അഡ്മിറൽ. ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ നാവിൽ നിന്നും ഇത്തരൊരു വാക്ക് വീണാൽ അതിന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മറുപടി ഇങ്ങനെയായിരിക്കില്ല. അഡ്മിറൽ, നിങ്ങൾക്കിപ്പോൾ സമയം എത്രയായെന്ന് ബോധ്യമുണ്ടോ? അതോ ഇതെല്ലാം നിങ്ങളുടെ പരാജയം വായിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണോ? എൻ്റെ കീഴിലുള്ള സൈനികരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അഡ്മിറൽ. രാത്രിയിൽ നിരീക്ഷണം നടത്താൻ കഴിവുള്ള വിമാനങ്ങൾ ഇനിയും ഞങ്ങൾക്ക് നേടാനായിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം അങ്ങേക്കില്ലല്ലോ. പിന്നെ കറാച്ചിയിൽ നടന്നതിന് ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കേണ്ടത് അഡ്മിറൽ സാബ് തന്നെയാണ്. ബിക്കോസ് താങ്കളുടെ 3 കപ്പലുകളാണ് നഷ്ടപ്പെട്ടത്. താങ്കളുടെ ദൗത്യമായിരുന്നു കറാച്ചി തീരത്തെ സംരക്ഷിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ തോറ്റുപോയി. സ്റ്റോപ്പ് ഇറ്റ് ഖാൻ. ഹസൻ ഫോണിലൂടെ അലറി. നിങ്ങൾ വാക്കുകൾ കൊണ്ട് വലിയ പോരാട്ടം നടത്തണമെന്നില്ല. നാളെ പുലരുമ്പോൾ ലോകം അങ്ങയെ എങ്ങനെ വിലയിരുത്തുമെന്ന് നോക്കിക്കാണാം. അത് കേട്ടതും ഖാൻ ചിരിച്ചു. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ മോർണിംഗ് മൈ ഓൾഡ് ഫ്രണ്ട്. എനിക്കറിയാം നാളെ രാവിലെ എന്ത് ചെയ്യണമെന്ന്. ഖാൻ കോള് കട്ട് ചെയ്തതും ഹസൻ ദേഷ്യം കൊണ്ട് അലറി. അയാളുടെ മനസ്സിൽ എങ്ങനെയും പകരം ചോദിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഹസന്റെ മുഖം വിടർന്നു. പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു മാർഗമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഹസൻ തന്റെ ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് ഡയൽ ചെയ്തു. മാലിക്, സെൻഡ് എ മെസ്സേജ് ടു ക്യാപ്റ്റൻ സഫർ അഹമ്മദ് ഖാൻ. എത്ര വേഗം കഴിയുമോ അത്രയും വേഗം തന്നെ വന്ന് മീറ്റ് ചെയ്യാൻ സഫറിന് നിർദ്ദേശം നൽകി. കറാച്ചിയിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി
ഇന്ത്യയുടെ വജ്രായുധം തകർക്കണമെങ്കിൽ അത് സബ്മറൈൻ പീനസ് ഖാസിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിലുപരി ഖാസിയുടെ ക്യാപ്റ്റൻ സഫർ അഹമ്മദ് ഖാനിലുള്ള വിശ്വാസമായിരുന്നു ഹസനെ ആ സഹായത്തിന് പ്രേരിപ്പിച്ചത്. ഈ സമയം പാകിസ്ഥാന്റെ 3 കപ്പലുകളും കറാച്ചി ഓയിൽ ശേഖരവും നശിപ്പിച്ച ശേഷം കമാൻഡർ യാദവിന്റെ നേതൃത്വത്തിൽ 5 കപ്പലുകളും മുംബൈ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. തിരിച്ച് ആരോഫേഡ് ഫോർമേഷനിൽ നിന്ന് മുന്നോട്ട് പോകാൻ യാദവ് നാവികർക്ക് നിർദ്ദേശം നൽകി. ശത്രുരാജ്യത്തിന്റെ നാവികസേനയെ തകർത്തെറിഞ്ഞതിന്റെ ആവേശത്തിൽ അവർ ദേശീയ ഗീതങ്ങൾ പാടി മടക്കയാത്രയിൽ അവർ വിജയം ആഘോഷിച്ചു. എന്നാൽ ആ സന്തോഷം അവസാനിക്കാൻ അധികം നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. INS വീറിന്റെ സെക്കൻഡ് ഓഫീസർ ലഫ്റ്റനന്റ് ജഗന്റെ മുഖം ഭയം കൊണ്ട് വിവരണമായി. അയാൾ കൺട്രോൾ റൂമിലേക്ക് ഓടി. ലഫ്റ്റനന്റ് കമാൻഡർ മേത്ത ഈ സമയം റഡാർ സിസ്റ്റം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേത്ത സാബ്, വി ഹാവ് എ പ്രോബ്ലം. ലഫ്റ്റനന്റ് ജഗത്ത് കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പ്രശ്നം ജഗത്? എന്താണ് പ്രോബ്ലം? തൻ്റെ മുന്നിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന ജഗത്തിനെ കണ്ട് മേത്തയ്ക്ക് കാര്യമായി എന്തോ ഒന്നാണ് അയാൾ പറയാനുണ്ടായിരുന്നെന്ന് തോന്നി. സാർ, നമ്മുടെ ഷിപ്പിൻ്റെ പൈപ്പിന് ചോർച്ച, ബോയിലർ പൈപ്പിന്. ഓരോ നിമിഷം കഴിയുന്തോറും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വി കാൺ കൺട്രോൾ ഇറ്റ്. ജഗത്ത് പറഞ്ഞു തീർന്നതും 40 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന വീറിൻ്റെ എഞ്ചിൻ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. കപ്പൽ നിന്നതും പിൻഭാഗത്തായുള്ള ബോയിലർ റൂമിൻ്റെ ഭാഗത്തേക്ക് ഇരുവരും ഓടി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ബോയിലർ റൂമിലെ പ്രധാന പൈപ്പുകളിലൊന്ന് പൊട്ടിത്തകർന്ന നിലയിലായിരുന്നു. പൈപ്പ് മാറ്റി സ്ഥാപിക്കാതെ മുന്നോട്ട് പോകാൻ മറ്റു മാർഗങ്ങളില്ല. അതിന് മണിക്കൂറുകൾ തന്നെ വേണ്ടിവരുമെന്ന് മേത്തക്കറിയാമായിരുന്നു. പക്ഷെ തങ്ങൾക്ക് മുന്നിൽ ഇനി അധികം സമയമില്ല. സൂര്യോദയത്തിന് ഇനി വെറും 1 മണിക്കൂർ മാത്രമാണുള്ളത്. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ അറ്റാക്ക് ഏത് നിമിഷവും തങ്ങളെ തേടിയെത്തുമെന്ന് മേത്ത ഭയന്നു. അയാൾ വിവരം യാദവിനെ ധരിപ്പിക്കാനായി കൺട്രോൾ റൂമിലേക്ക് ചെന്നു. കിലോ 25, ദിസ് ഈസ് വീർ, പ്ലീസ് റെസ്പോണ്ട്, വി ഹാവ് ആൻ എമർജൻസി. മേത്ത, ദിസ് ഈസ് യാദവ് റെസ്പോണ്ടിങ്. എന്താ പ്രശ്നം മേത്ത? യാദവ് ആകുലതയോട് ചോദിച്ചു. സാബ്, ഞങ്ങളുടെ ബോയിലർ പൈപ്പിൽ ഒന്ന് തകരാറായതിനെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. ബോയിലർ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും എടുക്കും. വി ഹാവ് നോ അതർ ഓപ്ഷൻ സാബ്. മേത്ത പറഞ്ഞത് കേട്ടതും യാദവും സമീപം ഉണ്ടായിരുന്ന കവീനയും ഞെട്ടി. മേത്ത, ആർ യു ഷുവർ? യാദവ് പതർച്ചയോട് ചോദിച്ചു. യെസ് സാബ്, വി ഹാവ് നോ അതർ ഓപ്ഷൻസ്. മേത്ത, ഡോണ്ട് വറി, ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ രക്ഷിക്കാം. ബോട്ട് കെട്ടിവലിച്ചു കൊണ്ടായാലും നിങ്ങളുമായി അല്ലാതെ ഞങ്ങൾ മടങ്ങില്ല. യാദവ് ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. ഡോണ്ട് ഡു ദാറ്റ് സാബ്. അങ്ങനെ ചെയ്താൽ അത് നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഓരോ നിമിഷം വൈകുന്നോറും നിങ്ങളുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാകുക. മേത്ത യാദവിനെ പിന്തിരിപ്പിക്കാനായി പറഞ്ഞു. മേത്ത, താങ്കൾ പറയാതെ തന്നെ അതേക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. യെസ് സാബ്, യു ആർ ദ കമാൻഡർ ഓഫ് ദിസ് മിഷൻ. പക്ഷേ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കാൻ അങ്ങേക്കാവില്ല. അവരെയും സംരക്ഷിക്കേണ്ട ചുമതല സാബിനുണ്ട്. ബട്ട് മേത്ത, നിങ്ങളെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. മേത്ത പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും അവരെ ശത്രുക്കൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് പോകാൻ യാദവിനാകുമായിരുന്നില്ല. ഡോൺ വറി യാദവ് സാബ്, ഞങ്ങളുടെ കയ്യിൽ 2 മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഇപ്പോഴും ബാക്കിയുണ്ട്. ആദ്യം എത്തുന്ന ശത്രുവിൻ്റെ തലയെടുത്തിട്ട് വീറിൻ്റെ മക്കൾ മരണം വരിക്കും. ജയ് ഹിന്ദ് സാബ്. ദ മദർ ഇന്ത്യ വിൽ ബി പ്രൗഡ് ഓഫ് യു ഓൾ. ജയ് ഹിന്ദ്. യാദവ് ലൈൻ കട്ട് ചെയ്ത ശേഷം കവീനയെ നോക്കി. കവീന സിഗ്നൽ അതർ ഷിപ്സ് ടു സ്റ്റേ ഓൺ ദ കോഴ്സ്. യെസ് സാബ്, മൂവിങ് ഫോർവേഡ്. അയാളുടെ മനസ്സിൽ ഒരു സുഹൃത്തിനൊപ്പം ലഫ്റ്റനന്റ് കമാൻഡർ മേത്തയെയും അദ്ദേഹത്തിന്റെ കീഴിലെ സൈനികരെ ഓർത്ത് അപ്പോൾ അഭിമാനമായിരുന്നു. യാദവിനോട് സംസാരിച്ച ശേഷം മേത്ത ബോയിലർ റൂമിൽ ജഗത്തിന്റെ അരികിലേക്ക് ചെന്നു. ജഗത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നിൽക്കുന്ന നാവികർ താങ്ങാനാവാത്ത ചൂടുകൊണ്ട് ഉരുകി ഒലിക്കുകയാണ്. ബോയിലർ പൈപ്പിലൊന്ന് തൊടാൻ പോലും അവർക്കാവില്ലായിരുന്നു. എങ്കിലും നാവികർ പിന്മാറാൻ തയ്യാറാകാതെ തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജഗത്, ഇത് എത്ര നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റും? എനിക്കറിയില്ല സാബ്. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗത്ത് ബോയിലർ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് പൈപ്പിൽ വീണ്ടും ലീക്കേജ് ഉണ്ടായത്. അതേറ്റ് ജഗത്തിൻ്റെ കൈക്കും മറ്റു 2 നാവികർക്കും സാരമായി പരിക്കേറ്റു. വേദന കൊണ്ട് പുളഞ്ഞുപോയ ജഗത്തിനെ മേത്ത താങ്ങി പിടിച്ചു. ജഗത്, ആർ യു ഓക്കെ? മേത്ത ആശങ്കയോടെ ചോദിച്ചു. ഐ ആം ഫൈൻ സാർ. ജഗത്ത് വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. നോ ജഗത്, നിങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ജഗത്, നീ പോയി മെഡിക്കൽ റൂമിലേക്ക് ചെല്ല്. ഐ ആം സോറി ടു ഡിസോബേ സാബ്. എനിക്കെൻ്റെ ജോലി ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ വേദനയൊന്നും എന്നെ ബാധിക്കില്ല. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കർച്ചീഫ് എടുത്ത് പുള്ളിയ ഭാഗത്തേക്ക് ചുറ്റിക്കൊണ്ട് പറഞ്ഞു. അസഹനീയമായ വേദന കാരണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് തുടച്ചുമാറ്റി മേത്തയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം തകരാർ പരിഹരിക്കുന്നതിനുള്ള ജോലികൾ വീണ്ടും ആരംഭിച്ചു. വീറുമായുള്ള നിപ്പത്തിൻ്റെ റേഡിയോ കോണ്ടാക്ട് നിലച്ചിട്ട് 3/4 മണിക്കൂറോളമായി. കടലിൽ സൂര്യൻ്റെ നേർത്ത ചുവപ്പുരാശി പടർന്നു തുടങ്ങി. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ആക്രമണം ഏത് നിമിഷവും വീറിനെ തേടിയെത്തുമെന്ന് അവർ ഭയന്നു. യാദവ് സാബ്, സൂര്യോദയത്തിന് ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കവീന ആശങ്കയോടെ പറഞ്ഞു. ശരിയാണ് കവീന,
അവിടെ അവരെ സംരക്ഷിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും അവരെ തേടി പാകിസ്ഥാന്റെ ആക്രമണമെത്തും. അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കാം. വീറിൽ നിന്നുള്ള അവസാന സിഗ്നൽ ലഭിച്ചിട്ട് ഇപ്പോൾ 45 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ. പക്ഷെ ഒന്നു മാത്രം എനിക്ക് പറയാൻ സാധിക്കും. ധീരരായി പോരാടിയാകും അവർ എല്ലാം അവസാനിപ്പിച്ചത്. ഇന്ത്യ മഹാരാജ്യം എന്നും അവരോട് കടപ്പെട്ടിരിക്കും. സാബ്, there is a signal from വീർ. ഇറ്റ്സ് എ വീക്ക് വൺ സാബ്. പെറ്റി ഓഫീസർ കുര്യച്ചൻ അവർക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതുവരെ ആശങ്കയോടെ ഇരുന്ന് യാദവിൻ്റെയും കവീനയുടെയും മുഖം അത് കേട്ട് വിടർന്നു. കുര്യച്ച, സത്യമാണോ താൻ പറഞ്ഞ്? യാദവ് ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. യെസ് സാബ്, പക്ഷേ സിഗ്നലുകൾക്ക് സ്ട്രോങ് ഇല്ലാത്തത് കാരണം ഒന്നും വ്യക്തമായി റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കമോൺ കുര്യച്ചൻ, മേക്ക് ഇറ്റ് ഹാപ്പൻ. യാദവ് കുര്യച്ചൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യെസ് സാബ്. യാദവിനോട് പറഞ്ഞിട്ട് കുര്യച്ചൻ കൺട്രോൾ റൂമിലേക്ക് പോയി. വീർ, ദിസ് ഈസ് കിലോ 25. പ്ലീസ് റെസ്പോണ്ട്. ഐ റിപ്പീറ്റ്, പ്ലീസ് റെസ്പോണ്ട് വീർ. വീറിൽ നിന്ന് ലഭിച്ച റേഡിയോ സിഗ്നൽ വഴി തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഏറെ നേരം ശ്രമിച്ചിട്ടും സിഗ്നൽ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. ഒരു ഇരമ്പൽ മാത്രമാണ് അതിൽ നിന്നും മറുപടിയായി വന്നുകൊണ്ടിരുന്നത്. വീർ, ദിസ് ഈസ് കിലോ 25. കമാൻഡർ യാദവ് സ്പീക്കിംഗ്. പ്ലീസ് റെസ്പോണ്ട്. ഡാം ഇറ്റ് വീർ. അവസാന പ്രതീക്ഷയെ നിലച്ചെന്നവണ്ണം യാദവ് നിരാശയോടെ റേഡിയോ കോണ്ടാക്ട് കട്ട് ചെയ്യാൻ ഒരുങ്ങിയതും വീറിന്റെ സിഗ്നലിൽ നിന്നും അവ്യക്തമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. വീർ, വീർ, ക്യാൻ യു ഹിയർ അസ്? യാദവ് വീണ്ടും ചോദിച്ചു. യെസ് സാർ, വി ക്യാൻ ഹിയർ യു. മേത്തയുടെ ശബ്ദം മുഴങ്ങി കേട്ടതും ചുറ്റുമുണ്ടായിരുന്ന നാവികർ ആർത്തു വിളിച്ചു. മേത്ത, ആർ യു ഓക്കെ? യാദവ് ആകാംക്ഷയോടെ ചോദിച്ചു. യെസ് സാർ, വി ആർ റൈറ്റ് ഓൺ ദ കോഴ്സ്. മേത്ത അതീവ സന്തോഷത്തിൽ പറഞ്ഞു. അത് കേട്ട് യാദവിനും അത്ഭുതം തോന്നി. മേത്ത, ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത് എങ്ങനെ സാധിച്ചു? ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട്? ഇറ്റ്സ് അൺബിലീവബിൾ. യെസ് സാർ, വി ഡിഡ് ഇറ്റ് ഇൻ ലെസ് ദാൻ 1 hour. എൻ്റെ ലെഫ്റ്റനന്റ് ജഗത്തിൻ്റെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നാവികരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തകരാർ പരിഹരിക്കാനായത്. മേത്ത, നിങ്ങളെയും നിങ്ങളുടെ ക്രൂവിനെയും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നു. ജയ് ഹിന്ദ് സാബ്. മേത്ത റേഡിയോ കോണ്ടാക്ട് ഡിസ്കണക്ട് ചെയ്തു. 40 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ മുന്നോട്ട് കുതിച്ച വീർ നിപ്പത്തിനും മറ്റ് 4 നാവികസേന കപ്പലുകൾക്കും ഒപ്പം ചേർന്ന് മുംബൈ തീരം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. സൂര്യോദയത്തിന് പിന്നാലെ പറന്നുവരുന്ന പാകിസ്ഥാൻ എയർഫോഴ്സ് വിമാനങ്ങൾക്ക് വീറിൻ്റെയോ മറ്റ് കപ്പലുകളുടെയോ 7 അയലത്ത് പോലും എത്താൻ സാധിച്ചിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർ മറ്റൊരു രാജ്യത്തിൻ്റെയും നാവികസേനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത ഇതിഹാസം രചിച്ച് ഇന്ത്യൻ തീരങ്ങളെ ചുംബിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അവരെ നിരീക്ഷിച്ചിരുന്ന ചാരക്കണ്ണുകളിൽ അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. കറാച്ചിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ അമ്പരന്നു. അത്രയും പറഞ്ഞു നിർത്തിയ രുദ്രൻ അപ്പുവിൻ്റെയും ഗൗരിയുടെയും കണ്ണുകളിലേക്ക് നോക്കി. വിടർന്ന കണ്ണുകളോട് ഇരുവരും കഥ കേട്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ടോ സൈനികരുടെ ധീരതയെക്കുറിച്ചുള്ള അഭിമാനം കൊണ്ടോ എന്നറിയില്ല, അപ്പുവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. അച്ഛയുടെ പൊന്നിന് കഥ ഇഷ്ടായോ? അപ്പു അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് തൻ്റെ ഉത്തരം അറിയിച്ചു. അപ്പോഴേക്കും രുദ്രൻ ഒളിക്കണ്ണിട്ട് ഗൗരിയെ നോക്കി. ഗൗരി, ഞാൻ കഥ പറഞ്ഞത് കേട്ട് മോളെനിക്ക് സമ്മാനം തന്നത് കണ്ടില്ലേ? നിനക്കൊന്നും തരാൻ തോന്നിയില്ലേ? അവൻ പരിഭവം നടിച്ചു. അയ്യടാ, ഇനി സമ്മാനം തരാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അവൾ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കപ്പൂ, നിന്റെ അമ്മയ്ക്ക് കുശുമ്പാണ്. മര്യാദയ്ക്ക് എനിക്കുള്ള സമ്മാനം തരാൻ പറ. അത് കേട്ട് അപ്പു ചിരിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി കെഞ്ചി. ഒരു അച്ഛനും മോളും വന്നിരിക്കുന്നു. ഇനി ഞാൻ തന്നില്ല എന്നുള്ള പരാതി രണ്ടിനും വേണ്ട. ഗൗരി ആദ്യം അപ്പുവിനും പിന്നെ രുദ്രന്റെ കവളിലും മുമ്പ് വച്ചു. രുദ്രൻ ഇരുവരെയും ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അപ്പുവിനൊരു സംശയം തോന്നിയത്. അച്ഛ പറഞ്ഞത് ചെകുത്താന്റെ കഥ പറഞ്ഞു തരാന്നല്ലേ? എന്നിട്ട് അച്ഛ പറഞ്ഞത് ഹീറോയുടെ കഥയാണല്ലോ. അത് കേട്ടതും രുദ്രൻ പൊട്ടിച്ചിരിച്ചു. നീ ആള് കൊള്ളാലോ അപ്പോ, നിനക്ക് ചെകുത്താനെ കുറിച്ച് അറിയണോ? അവൻ ചോദിച്ചു കേട്ട് അപ്പു വേണമെന്ന് തലയാട്ടി. ദെൻ ഹിയർ കംസ് ദ മോൺസ്റ്റർ, PNS ഖാസി. നാവികസേന ആസ്ഥാനത്തേക്ക് ആ യുവാവ് നടന്നു കയറി. 35-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ആ യുവാവ് ഉയർന്ന റാങ്കിലുള്ള ഒരു നാവികസേന ഉദ്യോഗസ്ഥന്റെ സമീപമെത്തി. ഹലോ വൈസ് അഡ്മിറൽ രമൺ, ഷാൽ വി പ്രൊസീഡ്? യുവാവ് തന്നെ കാത്തുനിന്ന രമണിനോട് പറഞ്ഞു. രമൺ അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവനുമായി അഡ്മിറൽ നന്ദയുടെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. രമണിനൊപ്പം നടക്കുമ്പോഴും അയാളുടെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ അയാൾ ഉരുവിട്ടു. അപ്പോഴേക്കും ഇരുവരും നടന്ന് നന്ദയുടെ അടുത്തെത്തിയിരുന്നു. അയാളെ പുറത്തു നിർത്തിയിട്ട് രമൺ അകത്തേക്ക് നടന്നു. അഡ്മിറൽ സാബ്, യു ഹാവ് എ വിസിറ്റർ. രമൺ പറഞ്ഞത് കേട്ട നന്ദ അയാൾക്കൊപ്പം കയറി വന്ന വ്യക്തിയെ ഒന്ന് നോക്കി. പിന്നീട് ഇരുവരോടും ഇരിക്കാൻ നിർദ്ദേശം നൽകി. രമണിനോ നന്ദയ്ക്കോ പറയാൻ ഒരു അവസരം കൊടുക്കാതെ യുവാവ് സ്വയം പരിചയപ്പെടുത്തി. അഡ്മിറൽ സാബ്, ഐ ആം ഗോവർദ്ധൻ ഫ്രം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. സാബിന്റെ നേതൃത്വത്തിൽ കറാച്ചിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്രയും മികച്ചൊരു നേട്ടം കൈവരിക്കാനായതിൽ ഞാൻ അങ്ങയെയും ഈ മിഷനിൽ പങ്കെടുത്ത ഓരോ നാവികനെയും അഭിനന്ദിക്കുകയാണ്. നന്ദ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ നന്ദി പ്രകടിപ്പിച്ചു. പക്ഷേ സാബ്, പാകിസ്ഥാൻ തങ്ങൾക്ക് നേരിട്ട കനത്ത തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യാനുള്ള നീക്കം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു.
ഗോവർദ്ധന്റെ പ്രശംസ കേട്ട് ചിരിച്ച നന്ദയുടെ മുഖം പിന്നീട് അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് വലിഞ്ഞു മുറുകി. ഗോവർദ്ധൻ, അവരുടെ പദ്ധതി എന്താണ്? യു ഹാവ് എനി ഇൻഫർമേഷൻ? നന്ദ ആകാംക്ഷയോട് ചോദിച്ചു. യെസ് സാബ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫോണിൽ ഇക്കാര്യം സംസാരിച്ചാൽ ശരിയാവില്ലെന്നത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. സാബ്, കറാച്ചിയിൽ സംഭവിച്ചതിന് അവർ പകരം ചോദിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം നമ്മുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ തകർക്കുക എന്നതാണ്. ആ ലക്ഷ്യം കൊണ്ട് തന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ നമ്മൾ ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം മറികടക്കാൻ അവർക്ക് സാധിക്കും. ഗോവർദ്ധന്റെ വാക്കുകൾ നന്ദയിൽ ഒരു ചിരി പടർത്തി. വിക്രാന്തിനെ നേരിട്ട് ആക്രമിക്കുക എന്നാൽ അത് സ്വന്തം നാശം ക്ഷണിച്ച് വരുത്തുന്നതിന് തുല്യമാണെന്ന് നന്ദയ്ക്ക് അറിയാമായിരുന്നു. ഗോവർദ്ധൻ, ഞാൻ എൻ്റെ ലൈഫിൽ കേട്ട ഏറ്റവും ബെസ്റ്റ് ജോക്കാണിത്, നന്ദ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഗോവർദ്ധന്റെ മുഖത്ത് ഗൗരവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നന്ദ സാബ്, മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം ഈ പുഞ്ചിരിയിൽ പങ്കുചേർന്നേനെ. പക്ഷേ ഇവിടെ ശത്രു നമ്മുടെ വിക്രാന്തിന്റെ ബലം അറിഞ്ഞു തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുവരെ പുഞ്ചിരി നിറഞ്ഞ നന്ദയുടെ മുഖത്തെ ആകാംക്ഷയായിരുന്നു അപ്പോൾ. സാബ്, വിക്രാന്തിനെ തകർക്കാൻ അവർ നിയോഗിച്ചിരിക്കുന്നത് അവരുടെ സബ്മറൈൻ PNS ഖാസിയെയാണ്, അണ്ടർ ദ കമാൻഡ് ഓഫ് ക്യാപ്റ്റൻ സഫർ അഹമ്മദ് ഖാൻ. സാബിനും അയാളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമല്ലോ. അവന് ഹൈലി ഡേഞ്ചറസ് ആണ്. നന്ദയും കേട്ടിരുന്നു പാകിസ്ഥാൻ നേവിയുടെ തന്നെ വൺ ഓഫ് ദ ബ്രില്യൻ്റ് ഓഫീസർ ക്യാപ്റ്റൻ സഫർ അഹമ്മദ് ഖാനെ കുറിച്ച്. നന്ദ ഗോവർദ്ധനെ നോക്കി. ഗോവർദ്ധൻ, ഈ വിഷയം ശരിയാണെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവകരമായ വിഷയമാണിത്. അവരുടെ ലക്ഷ്യം വിജയം കണ്ടില്ലെങ്കിൽ പോലും ഈ സമയം വിക്രാന്തിനൊരു തകരാറ് സംഭവിക്കുന്നത് പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ നന്ദിയുണ്ട് മിസ്റ്റർ ഗോവർദ്ധൻ. വി നോ ദ എനിമി ഈസ് കമ്മിങ്. ഖാസിയോ ക്യാപ്റ്റൻ സഫറോ ആരായാലും വരട്ടെ, നമ്മളവരെ ഭയക്കുന്നില്ല. ബിക്കോസ് വി ആർ ദ ഇന്ത്യൻ നേവി, നന്ദ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഗോവർദ്ധൻ അത് കേട്ട് ചിരിച്ചു. സാബ്, എൻ്റെ ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം സാബിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജയ് ഹിന്ദ് സാബ്. ഗോവർദ്ധൻ പോവാനായി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ജയ് ഹിന്ദ്. നന്ദയും അയാളോട് പറഞ്ഞു. പുറത്തേക്ക് പോകാൻ ഒരു നിമിഷം നിന്നു. സാബ്, എനിക്കൊരു കാര്യം കൂടെ സാബിനോട് പറയാനുണ്ട്. ഈ ഇൻഫർമേഷൻ എത്ര കൃത്യമാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ഇതും സാബിനെ അറിയിക്കണമെന്ന് തോന്നി. നന്ദ ആകാംക്ഷയോടെ ഗോവർദ്ധനെ നോക്കി. സാബ്, ഖാസിക്ക് വിക്രാന്തിനെ കൂടാതെ ഇന്ത്യൻ നാവിക വിന്യാസമുള്ള മേഖലകളിൽ മൈനുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടെയുണ്ട്. എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഈ വിവരമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ലക്ഷ്യം ഫലം കണ്ടില്ലെങ്കിലും മൈനുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാനാണ് അഡ്മിറൽ ഹസന്റെ നിർദ്ദേശം. ഗോവർദ്ധൻ പറഞ്ഞു നിർത്തി. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ ഗോവർദ്ധൻ. നന്ദയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ച ശേഷം അയാൾ പുറത്തേക്ക് പോയി. രമൺ ഇനി എന്താ എന്ന മട്ടിൽ നന്ദയെ ഉറ്റുനോക്കി. ഡൈവ് ഇൻ ടു 50 meters. PNS ഖാസിയിൽ ക്യാപ്റ്റൻ സഫർ അഹമ്മദ് ഖാൻ തൻ്റെ സെക്കൻഡ് ഓഫീസർ ഉമറിന് നിർദ്ദേശം നൽകി. പെരിസ്കോപ്പിലെ ഡെപ്തിലെത്തി ചുറ്റും പരിസരം വീക്ഷിക്കുകയായിരുന്നു അവർ. ജി ജനാബ്. ഡൈവിംഗ് ഇൻ ടു 50. ഉമർ ക്യാപ്റ്റന്റെ നിർദ്ദേശം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹനാവികർക്ക് നിർദ്ദേശം നൽകി. ഉത്തരവ് സ്വീകരിച്ച നാവികർ ഹൈ പ്രഷർ എയർ ഉപയോഗിച്ച് സബ്മറൈൻ്റെ ടാങ്കുകൾ തുറന്നതോടെ അതിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും ഖാസി 250 മീറ്ററിലേക്ക് താഴുകയും ചെയ്തുകൊണ്ടേയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 250 അടി താഴ്ചയിൽ ഖാസി 10 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സാബ്, നമ്മളിപ്പോൾ ഇന്ത്യൻ ലക്ഷദ്വീപുകളുടെ സമീപത്തോടെയാണ് കടന്നു പോകുന്നത്. ഏത് നിമിഷവും ഇന്ത്യൻ നാവികസേനയുടെ റഡാറിൽ നമ്മൾ പെടാം. അത് കേട്ട് ക്യാപ്റ്റൻ സഫർ ചിരിച്ചു. ഉമർ, ഇന്ത്യൻ നേവിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടേത്. ശത്രുവിൻ്റെ അന്ത്യം കാണാതെ നമ്മൾ മടങ്ങില്ല. ഈ മിഷൻ കറാച്ചിയിൽ നമ്മളോട് ചെയ്തതിൻ്റെ പ്രതികാരമാണ്. സഫർ ദേഷ്യം അടക്കാനാവാതെ പറഞ്ഞു. സാബ്, ദർ ഈസ് എ സോണാർ കോണ്ടാക്ട് വിത്ത് എ ഷിപ്പ്. സോണാർ ഓപ്പറേറ്റർ കമ്രാൻ പറഞ്ഞതും സഫർ അവിടേക്ക് ചെന്നു. സാർ, അതൊരു 20 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഓടുന്നത്. സഫർ അയാൾക്ക് പിന്നിൽ നിന്ന് സോണാർ കോണ്ടാക്ട് നിരീക്ഷിച്ചു. ഉമർ, ചെക്ക് ദ റേഡിയോ ഫ്രീക്വൻസി. ജി ജനാബ്. ഉമർ റേഡിയോ ഫ്രീക്വൻസി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അതുവരെ മുറുകിയിരുന്ന ഉമറിൻ്റെ മുഖം വിടർന്നു. ജനാബ്, ഇസ് എ മർച്ചന്റ് ഷിപ്പ്. അത് കേട്ട് ക്യാപ്റ്റൻ ഉമറിനെ ഒന്ന് നോക്കി. ഉമർ, പ്രിപ്പയർ ടു എൻഗേജ്. സഫർ പറഞ്ഞത് കേട്ട് ഉമർ ഞെട്ടി. ജനാബ്, ഇസ് എ മർച്ചന്റ് ഷിപ്പ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ നേവിയുടെ കപ്പലുകളാണ്. ഉമർ എതിർത്ത് പറഞ്ഞതും സഫർ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ എന്നെ തിരുത്താനായിട്ടില്ല. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഖാസി, നോട്ട് യു. അത് കേട്ട് ഉമർ പേടിച്ച് തലകുനിച്ചു. ജനാബ്, ഞാൻ അങ്ങനെ എതിർത്തതല്ല. നമ്മൾ ഇതിനായി ടോർപിഡോ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതാണ് ജനാബ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സഫർ ഉമറിന്റെ തോളിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു. ഉമർ, ശത്രുവിനെ തകർക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ ലക്ഷ്യം മർച്ചന്റ് ഷിപ്പല്ല, മറിച്ച് തകർന്ന കപ്പലിനെ രക്ഷിക്കാൻ വരുന്ന ഇന്ത്യൻ നേവിയെയാണ്. നമ്മളൊരുക്കുന്ന മൈൻ ഫീൽഡിലേക്കാവും അവർ വന്നു കയറുക. നീ എലിയെ പിടിക്കാൻ കെണിയൊരുക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സഫറിന്റെ വാക്കുകൾ കേട്ട് ഉമറിന്റെ മുഖം വിടർന്നു. ഇപ്പോൾ നീ നിന്റെ പോസ്റ്റിലേക്ക് പോവുക. ആൻഡ് ലോഡ് നമ്പർ 1 ടോർബിട്ടോ. ഉമർ, ഇത് നമ്മളായി എത്ര ദൂര വ്യത്യാസമുണ്ട്? ജനാബ്,
ഇത് 5 നോട്ടിക്കൽ മൈൽ അടുത്താണ്. വിത്ത് സ്പീഡ് ഓഫ് 20 നോട്ടിക്കൽ മൈൽസ്. ഉമർ അവനോട് പറഞ്ഞു. ഉമർ, നമ്പർ 1 ടോർബിഡോ സെറ്റ് ചെയ്യേ. യെസ് സാബ്, ലോഡിംഗ് നമ്പർ 1 ടോർബിഡോ. ഇയറിറ്റ് ഉമർ. സഫർ നിർദ്ദേശം നൽകിയതും ഉമർ ഫയർ ബട്ടൺ അമർത്തി. ടോർബിഡോ ഒരു മിന്നൽ കണക്ക് ഖാസിയിൽ നിന്നും സിലോണിലേക്ക് ചരക്കുമായി പോയ കപ്പലിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞു. സഫർ സോർണാർ കോണ്ടാക്റ്റിനായി കാത്തിരുന്നു. ഓരോ ബീപ് ശബ്ദത്തിനും വേഗത പോരാന്ന് അയാൾക്ക് തോന്നി. നിമിഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഒടുവിൽ സോണാർ കോണ്ടാക്റ്റിൽ ടോർപിഡോ ലക്ഷ്യം കണ്ടെന്ന് മനസ്സിലായതും സഫറിന്റെ മുഖം വിടർന്നു. ഞൊടിയിട കൊണ്ട് ആ ചരക്കുകപ്പൽ ടോർപിഡോയുടെ പ്രഹരത്തിൽ ആഴക്കടലിലേക്ക് മുങ്ങിത്താണു. ഉമർ, ഡൈവ് ഇൻ ടു പെരിസ്കോപ്പിക് ഡെപ്ത്. സഫർ നിർദ്ദേശം നൽകി. ജി ജനാബ്. സബ്മറൈനിലെ ടാങ്കിൽ നിന്നും കടൽവെള്ളം പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ഖാസി കടലിന്റെ മേൽത്തട്ടിലേക്ക് പൊന്തി വന്നു. പെരിസ്കോപ്പ് മുകളിലേക്ക് ഉയർത്തി ചുറ്റും വീക്ഷിച്ച് സഫറിന്റെ കാഴ്ചയിൽ ആദ്യം പെട്ടത് ഒരു ചെറുവെള്ളമായിരുന്നു. സഫർ ഒന്നുകൂടി അവരെ വീക്ഷിച്ചു. 2 മത്സ്യത്തൊഴിലാളികൾ പേടിച്ചു വിറച്ചിരിക്കുന്നത് കണ്ട് സഫറിന്റെ മുഖത്ത് പുച്ഛച്ചിരി വിടർന്നു. സാല ഹിന്ദുസ്ഥാനി മച്ചുവ. അയാൾ അവരിൽ നിന്നും ശ്രദ്ധ മാറ്റി ദൂരെ ചരക്കുകപ്പലിനെ നിരീക്ഷിച്ചു. അത് 3/4 ഭാഗവും കടലിലേക്ക് താണു കഴിഞ്ഞിരുന്നു. അതിലുണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ കപ്പലിന്റെ തകർന്ന ഭാഗങ്ങളിൽ പിടിച്ചു കിടപ്പുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് ആ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് പോയി. അത് കണ്ട സഫറിന് ഒരുപാട് സന്തോഷം തോന്നി. അബ് ഈ സ്കേൽക്കോ മസ ആകയ സാല ഹിന്ദുസ്ഥാനി. വന്ന് രക്ഷിക്കുക ഓരോരുത്തരെയും, അയാൾ സ്വയം പറഞ്ഞു. അയാൾ പെരിസ്കോപ്പ് താഴ്ത്തി വെച്ച ശേഷം ഉമറിനെ നോക്കി. ഉമർ, ഇറ്റ്സ് ടൈം ടു ലേ മൈൻ ആൻഡ് എൻ്റർ വിക്ടർ സോൺ. നാവികസേനാസ്ഥാനത്ത് നന്ദയും രമണനും ചർച്ചയിലായിരുന്നു. അതുവരെ പല മാർഗങ്ങളും അവർ ചർച്ച ചെയ്തെങ്കിലും അന്തിമ തീരുമാനം എടുക്കാനായില്ല അവർക്ക്. സാബ്, നമ്മൾ തീരുമാനമെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ശത്രുവിന് അവന്റെ പദ്ധതി നടപ്പാക്കാനുള്ള അവസരമാകും ഉണ്ടാകുക. രമണിന്റെ വാക്കുകൾ വാസ്തവമാണെന്ന് നന്ദയ്ക്ക് തോന്നി. അയാൾ ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. കൺട്രോൾ റൂം കണക്ട് മീ ടു വൈസ് അഡ്മിറൽ കൃഷ്ണകുമാർ. നന്ദ തന്റെ കോള് കണക്ട് ചെയ്യുന്നതിനായി കാത്തിരുന്നു. INS വിക്രാന്ത്, ഇന്ത്യയുടെ മജസ്റ്റിക് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ, 192 മീറ്റർ വാട്ടർ ലൈൻ, 213.3 മീറ്റർ നീളം, 23 നോട്ടിക്കൽ മൈൽ സ്പീഡ്, 12,000 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്ന് പോലും ശത്രുവിനെ തകർക്കാൻ കഴിവുള്ളവൾ. 1961 INS വിക്രാന്ത് എന്ന പേരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായതു മുതൽ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായവൾ. ഹോക്കർ സി ഹോക്ക്, വെസ്റ്റ്ലാൻഡ് സീ കിങ് വിമാനങ്ങൾ വഹിച്ചുകൊണ്ട് വാഴുന്ന ഇന്ത്യൻ നാവികസേനയിലെ രാജ്ഞി. വൈസ് അഡ്മിറൽ കൃഷ്ണകുമാറിന്റെ കമാൻഡിങ്ങിൽ ഡിസ്ട്രോയർ ഷിപ്പുകളുടെ അകമ്പടിയോടെ ബംഗാൾ ഉൾക്കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു വിക്രാന്ത്. കൺട്രോൾ റൂമിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള കോൾ അപ്പോഴേക്കും കണക്റ്റായിരുന്നു. മദർ, ദിസ് ഈസ് HQ. ഐ റിപ്പീറ്റ്, ദിസ് ഈസ് HQ. വിക്രാന്തിന്റെ റേഡിയോ റൂമിൽ നിന്നും ലഫ്റ്റനന്റ് മിശ്ര കോൾ സ്വീകരിച്ചു. മദർ, ദിസ് ഈസ് അഡ്മിറൽ നന്ദ. ഐ വാണ്ട് ടു സ്പീക്ക് വിത്ത് വൈസ് അഡ്മിറൽ കൃഷ്ണകുമാർ. ഇറ്റ്സ് ആൻ എമർജൻസി. ജി സാബ്. മിശ്ര കൃഷ്ണയ്ക്ക് റേഡിയോ കോൾ കൈമാറിക്കൊണ്ട് പറഞ്ഞു. നന്ദ ചുരുങ്ങിയ വാക്കുകളിൽ കൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു. പക്ഷേ കൃഷ്ണന് നന്ദയോട് പൂർണ്ണമായും യോജിക്കാനായില്ല. സാബ്, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും ഉള്ളിൽ വെച്ചുകൊണ്ട് പറയട്ടെ, സാബിൻ്റെ ഈ തീരുമാനത്തോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. വി ആർ ഫുള്ളി പ്രിപ്പയർഡ് ടു എൻഗേജ് എനി സിറ്റുവേഷൻ. ഖാസിയല്ല, പാകിസ്ഥാൻ നേവി മൊത്തം വന്നാലും വിക്രാന്തിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. കൃഷ്ണൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഐ നോ വെരി വെൽ ദാറ്റ് മൈ ഡിയർ വൈസ് അഡ്മിറൽ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ആദ്യം തന്നെ വജ്രായുധം ഉപയോഗിക്കാതിരിക്കുന്നതാകും ഉചിതം. ചെറിയ ആയുധങ്ങൾ കൊണ്ട് ശത്രുവിനെ അപ്പാടെ നശിപ്പിക്കാൻ കഴിവുള്ളപ്പോൾ അതല്ലേ ഏറ്റവും സ്വീകാര്യം. ഐ വിൽ ഓൾവേസ് ഫോളോ യുവർ ഓർഡർ സാബ്. അത് നിങ്ങളുടെ ജോബല്ലേ സാബ്. കൃഷ്ണൻ നന്ദയ്ക്ക് മറുപടി കൊടുത്ത ശേഷം അദ്ദേഹത്തിന്റെ മറുപടിക്കായി കാത്തിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലേക്ക് നന്ദയുടെ നിർദ്ദേശപ്രകാരം INS വിക്രാന്തിനെ കൃഷ്ണ മാറ്റിയിരുന്നു. വിക്രാന്തിൽ നിന്നുള്ള മെസ്സേജുകൾ ഖാസിയോ മറ്റു ശത്രു നാവികസേനയോ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളതിനാൽ വൈസ് അഡ്മിറൽ കൃഷ്ണൻ മലയാള ഭാഷയിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ലോകത്ത് തന്നെ മനസ്സിലാക്കാൻ ഏറെ ദുഷ്കരമായ ഭാഷയാണ് മലയാളമെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. അതോടെ മലയാള ഭാഷ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഔദ്യോഗിക ദൗത്യത്തിന് ഉപയോഗപ്പെട്ടു. എന്നാൽ വിക്രാന്തിനെ പിൻവലിക്കുന്നതിന് പകരം INS രാജ്പൂത് എന്ന ഡിസ്ട്രോയർ ഷിപ്പ് വിക്രാന്തിന്റെ സിഗ്നലുകളുമായി വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിക്കണമെന്ന് കൃഷ്ണൻ നന്ദയോട് ആവശ്യപ്പെട്ടു. ആ തീരുമാനത്തോടെ നന്ദയ്ക്കും പൂർണ്ണ യോജിപ്പുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തുൾപ്പെടെ സേവനമനുഷ്ഠിച്ച രാജ്പൂത്തിനെ ഡീകമ്മീഷൻ ചെയ്യാൻ നാവികസേന തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കപ്പൽ പൊളിച്ചു നീക്കുന്നതിനായി വിശാഖപട്ടണത്തേക്ക് ലഫ്റ്റനന്റ് കമാൻഡർ ഇന്ദ്രയുടെ നേതൃത്വത്തിൽ രാജ്പൂത് തുറമുഖത്തെത്തിയിട്ട് ദിവസങ്ങളായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ ഇന്ദ്ര റേഡിയോ റൂമിൽ കൃഷ്ണയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ദ്ര, ഞാൻ നിങ്ങളെ ഹൈലി ഡേഞ്ചറസ് ആയ ഒരു മിഷന് പറഞ്ഞയക്കാൻ പോവുകയാണ്. ഫ്രം നൗ ഓൺ രാജ്പൂത് വിൽ ബി പ്രിട്ടൻ ആസ് INS വിക്രാന്ത്. ഫോർ ദാറ്റ് യു ഹാവ് ടു ജനറേറ്റ് ഹെവി വയർലെസ് ട്രാഫിക്. ഇത്തരത്തിൽ
ഫോൾസ് വയർലെസ് സിഗ്നലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശത്രുക്കളെ കബളിപ്പിക്കാനാകും. ഇന്ദ്ര, റിമെമ്പർ വൺ തിങ്. നമ്മളുടെ ലക്ഷ്യം പാകിസ്ഥാൻ്റെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് സബ്മറൈൻ ഖാസിയാണ്. വിശാഖ സോണിൽ അവർ വിക്രാന്തിനെയാകും ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ട്രോയർ ഷിപ്പിനെ അവർ ഒരിക്കലും അവിടെ പ്രതീക്ഷിക്കുകയില്ല. കൃഷ്ണൻ പറഞ്ഞു നിർത്തി. ജി സാബ്, അങ്ങേയറ്റം അഭിമാനത്തോടെ തന്നെ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ഖാസിയോ ഏതു പാകിസ്ഥാനിയോ വന്നോട്ടെ, ഈ വിജയം നമ്മുടെയായിരിക്കും. ഓക്കെ തന്നെ ഇന്ദ്ര. ഫ്യൂൽ അപ്പ് ആൻഡ് സെറ്റ് ദ കോഴ്സ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് സാബ്. ലൈൻ ഡിസ്കണക്റ്റ് ആയതും ഇന്ദ്രൻ തൻ്റെ നാവികരെ നോക്കി. ലിസൺ അപ്പ് ബോയ്സ്, വി ഹാവ് എ ഫൈനൽ മിഷൻ ടു കംപ്ലീറ്റ്. ഗോ ടു യുവർ പോസ്റ്റ് ആൻഡ് ഫയർ ദ എൻജിൻ. അത്രയും നാൾ തങ്ങളുടെ അഭിമാനമായിരുന്ന രാജപൂത് ഡീകമ്മീഷൻ ചെയ്യാൻ പോകുന്നുവെന്ന് അതിലെ നാവികരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒന്നായിരുന്നു. അപ്പോഴാണ് ഇന്ദ്രന്റെ വാക്കുകൾ അവരെ തേടിയെത്തിയത്. ഒരിക്കൽ കൂടി രാജപൂത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആവേശത്തോടെ നാവികർ അവരുടെ ദൗത്യത്തിന് തയ്യാറെടുത്തു. രാജപൂത് വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ടിട്ട് മണിക്കൂറുകളായിരുന്നു. എന്നാൽ ഖാസിയെ സംബന്ധിച്ചിരിക്കുന്ന വിവരങ്ങൾ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. റഡാർ സംവിധാനം ഇമചിമ്മാതെ ഇന്ദ്രൻ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സാബ്, വി കവേർഡ് ഓൾമോസ്റ്റ് ഫുൾ ഓഫ് ദ വിശാഖ സെക്ടർ. പക്ഷേ ഈ ഭാഗത്തൊന്നും ഖാസിയുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലഫ്റ്റനന്റ് വിജയ് ഇന്ദ്രനോട് പറഞ്ഞു. വിജയ്, നമ്മൾ കാണുന്നില്ലെന്ന് വെച്ച് ശത്രു ഇവിടെ ഇല്ലെന്ന് മാത്രം ധരിക്കരുത്. അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. കീപ് ലുക്കിംഗ്. ആരോ ഒരാൾ ടെലഗ്രാം മെസ്സേജ് അയച്ചിട്ടുണ്ട് ബേസിലേക്ക്. വാട്ട് മെസ്സേജ് സാബ്? വിജയ് ആകാംക്ഷയോടെ ഇന്ദ്രനെ നോക്കി. ഇന്ദ്രന്റെ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. വിജയ്, ദിസ് ടൈം വി ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ ട്രിക്കി. ഇന്ദ്രന്റെ വാക്കുകളുടെ പൊരുളറിയാതെ വിജയ് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അപ്പോഴേക്കും ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പെറ്റി ഓഫീസർ ദീപക് അവരുടെ അരികിലേക്ക് എത്തി. ഇന്ദ്രൻ ദീപകിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു. അവരുടെ സംഘത്തിലെ തന്നെ പ്രായം കുറഞ്ഞ നാവികനായിരുന്നു ദീപക്. ദീപക്, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടപ്പോൾ? നീ ലീവിന് അപ്ലൈ ചെയ്തിരുന്നല്ലോ, അതിൻ്റെയൊക്കെയല്ലേ ഈ മിഷൻ വന്നുപെട്ടത്? ദീപക് ഇന്ദ്രനൊരു പുഞ്ചിരി നൽകി. ദീപകിന്റെ അമ്മ ഏറെ നാളായി അസുഖബാധിതയായി കിടപ്പിലാണ്. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ ഉള്ളു പിടഞ്ഞു. സാബ്, അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യാതിരിക്കുന്നു. ഡോക്ടർമാരെ പലരെയും കാണിച്ചെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല. അമ്മയെ പോയി കാണണമെന്ന് കുറേയായി വിചാരിക്കുന്നു. അമ്മയ്ക്ക് വയ്യാതായിരിക്കുമ്പോഴല്ലേ സാബ് ഒരു മകന്റെ ആവശ്യം? ജനിച്ച നാൾ മുതൽ നേവിയിൽ ജോലി കിട്ടുന്നവരെ അമ്മയായിരുന്നുവല്ല. അമ്മയുടെ ഓർമ്മകളിൽ ദീപകിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഡോൺ വറി ദീപക്, അമ്മയ്ക്ക് വേഗം ഭേദമാകും. ഇന്ദ്രൻ അയാളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഐ ആം ഓൾ റൈറ്റ് സാബ്. എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്. അതിന് ശേഷം മാത്രമേ എൻ്റെ കുടുംബം പോലും വരൂ. ദീപക് അഭിമാനത്തോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചു. ദീപക്, തന്നെ കുറിച്ചോർത്ത് തൻ്റെ 2 അമ്മമാർക്കും അഭിമാനമായിരിക്കുമല്ലോ. അത് കേട്ട് ദീപക്കും ചിരിച്ചു. ദീപക്, ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇന്ദ്രന്റെ ചോദ്യം കേട്ട് ദീപക് അറിയില്ലെന്ന് തലയാട്ടി. ദീപക്, നിനക്ക് അമ്മയുടെ സുഖവിവരങ്ങൾ അറിയണ്ടേ? അതിന് നിനക്ക് ബേസിലേക്ക് ടെലഗ്രാം ചെയ്യാം, ഇവിടെ നിന്നും. അത് കേട്ട് ദീപക് ആശ്ചര്യത്തോടെ ഇന്ദ്രനെ നോക്കി. സാബ്, നമ്മളിപ്പോൾ? തുടർന്ന് പറയാൻ തുടങ്ങിയ ദീപകിന് ഇന്ദ്രൻ തടഞ്ഞു. ദീപക്, ഡു വാട്ട് ഐ സേ ആൻഡ് റിമെമ്പർ വൺ തിങ്. തൻ്റെ അമ്മയുടെ പേര് ഇതിൽ ഒരിക്കലും പരാമർശിക്കരുത്. മദർ എന്ന് മാത്രം പറയുക, ഓക്കെ? ഇന്ദ്രൻ ഗൂഢതന്ത്രത്തോടെ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം അറിയാതെ ദീപക് തലയാട്ടി സമ്മതിച്ചു. ഖാസി വിക്ടർ സോണിൽ പ്രവേശിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. വിക്രാന്തിന്റെ സിഗ്നലുകൾ ഒന്നും പിടിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ സഫർ ക്ഷുഭിതനായിരുന്നു. ആകെ ലഭിച്ച വിവരം വിക്രാന്ത് വിശാഖപട്ടണത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് കറാച്ചി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിച്ച മെസ്സേജ് മാത്രമാണ്. പേ ആൻഡ് പേ ടേബിളിൽ അയാൾ ഖാസിക്ക് നീങ്ങേണ്ട അടുത്ത സ്പോട്ട് മാർക്ക് ചെയ്യുകയായിരുന്നു. ജനാബ്, ലിസൺ ടു ദിസ് മെസ്സേജ്. ഉമർ സഫറിനെ നോക്കി പറഞ്ഞു. ഉമറിന്റെ ശബ്ദം കേട്ട് സഫർ അങ്ങോട്ടേക്ക് ചെന്നു. സാബ്, ദർ ഈസ് എ റേഡിയോ മെസ്സേജ് ഫ്രം എ ഇന്ത്യൻ ഷിപ്പ്. അതിൽ നിന്നും ഒരു വേർഡായിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഉമർ പറഞ്ഞത് കേട്ട് സഫറിന്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. അയാൾ ഉമറിനെ തള്ളി മാറ്റിക്കൊണ്ട് ആ മെസ്സേജ് കേട്ടു. ഒരു നാവികൻ തൻ്റെ അമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതായിരുന്നു അതിലെ ഉള്ളടക്കം. സഫർ അത് ശ്രദ്ധയോടെ കേട്ടു. എന്നാൽ സഫറിന് മുമ്പ് തന്നെ ആ മെസ്സേജ് കേട്ട് ഉമറിന്റെ മനസ്സിൽ സംശയങ്ങളായിരുന്നു. ജനാബ്, എനിക്ക് തോന്നുന്നു ഇത് വിക്രാന്തിൽ നിന്നുള്ള സിഗ്നലുകളാവുമെന്ന്. മെസ്സേജ് ക്രാക്ക് ചെയ്യാൻ തന്നെ ഏറെ സമയമെടുത്തത് അതിനാലാവണം. ബട്ട് ജനാബ്, ദിസ് ഈസ് എ പേഴ്സണൽ മെസ്സേജ്. വിക്രാന്ത് വിശാഖപട്ടണത്തിന് സമീപമുണ്ടെന്ന് തെളിയിക്കാൻ മാത്രമേ ഇതിലൂടെ സാധിക്കൂ. വിക്രാന്തിന്റെ പൊസിഷൻ ഇപ്പോഴും അജ്ഞാതമാണ്. സഫർ, ഐ തിങ്ക് യു ആർ കറക്റ്റ്. ഈ മെസ്സേജ് പോയിരിക്കുന്നത് വിക്രാന്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ദാറ്റ് മെസ്സേജ്, ഇറ്റ്സ് സോ സ്ട്രേഞ്ച്. മദർ, ഹൗ ഈസ് യുവർ ഹെൽത്ത്? അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് ഏറെ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ജോലികൾ തീർത്ത് എത്രയും പെട്ടെന്ന് ഞാൻ അമ്മയെ കാണാൻ വരും. പിന്നെ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ബാബയെ ബുദ്ധിമുട്ടിക്കരുത്. അമ്മയുടെ അസുഖം കൂടിയിട്ടും കാണാൻ വരാൻ പറ്റിയില്ലെന്നൊരു സങ്കടമേ എനിക്കുള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന വേഗത്തിൽ ഞാൻ അമ്മയുടെ അരികിലേക്ക് എത്താം. അമ്മ എന്തുകൊണ്ടും വിഷമിക്കരുത്. അസുഖമൊക്കെ പെട്ടെന്ന് മാറും. സഫർ ദീപക് തൻ്റെ അമ്മയ്ക്ക് അയച്ച ടെലഗ്രാം മെസ്സേജ് മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു. പെട്ടെന്ന് ചിന്തയിലാണ്ട് സഫറിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു.
ഉമർ, എനിക്ക് തോന്നുന്നു ഇത് എൻകോഡഡ് മെസ്സേജ് ആണെന്നാണ്. നീ ഈ വേടി നോക്ക്, അമ്മയ്ക്ക് അസുഖമാണ്, താൻ ഉടനെ കാണാൻ വരും. ഐ തിങ്ക് വിക്രാന്തിനെയാണ് ഇവർ മദർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ്. ചിലപ്പോൾ വിശാഖപട്ടണത്തെ ഡോക്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായോ അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കാനോ മറ്റോ ആകും. ഹറാമി ഇന്ത്യൻസ് वो हमें बेवकूफ़ बनाने की कोशिश कर रहा है. ദേഷ്യം അടക്കാനാവാതെ സഫർ ടേബിളിൽ ആഞ്ഞടിച്ചു. ഉമർ, സെറ്റ് ദ കോഴ്സ് ടു വിശാഖ ഹാർബർ ആൻഡ് വി വിൽ വെയിറ്റ് ഫോർ വിക്രാന്ത് ഇൻ ദ ഔട്ടർ ചാനൽ. ജി ജനാബ്. ഉമർ ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പറഞ്ഞു. രാജ്പൂത്തിൽ ലഫ്റ്റനന്റ് കമാൻഡർ ഇന്ദ്രനും വിജയും തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിശാഖപട്ടണത്തിൽ നിന്നും 160 മൈലുകൾ മാറിയായിരുന്നു രാജ്പൂത്ത് ഉണ്ടായിരുന്നത്. വിജയ്, തനിക്ക് എന്ത് തോന്നുന്നു? അവർ നമ്മുടെ സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും നമ്മുടെ തന്ത്രത്തിൽ വീണിട്ടുണ്ടാവും. ഇപ്പോൾ അവർ ഹാർബറിന്റെ ഭാഗത്തേക്ക് അടുക്കാനും സാധ്യതയുണ്ട്, വിജയ് പറഞ്ഞു. ഓക്കെ വിജയ്, ലുക്കിംഗ് ഫോർ ഖാസി, റഡാർ, സോണാർ എല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കണം. നമ്മുടെ തന്ത്രത്തിൽ വീണാലും അവരെ പൂർണ്ണമായി നശിപ്പിക്കുന്നവരെ നമുക്ക് ഭീഷണി തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 250 മീറ്റർ അടിയിൽ വിക്രാന്തിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ഖാസി. ജനാബ്, നമ്മളിവിടെ വന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, പക്ഷെ ഇനിയും വിക്രാന്തിനെ കണ്ടെത്താനായിട്ടില്ല. ഒന്നുകിൽ നമ്മൾ ആ മെസ്സേജ് തെറ്റായാണ് വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ നമുക്കായുള്ള കെണിയാകും ഇത്. ഉമർ പറഞ്ഞത് കേട്ട് സഫർ ചിന്തിച്ചു. ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഉമർ, ഡൈവ് ഇൻ ടു പെരിസ്കോപ്പിക് ഡെപ്ത്. സഫർ അവന് നിർദ്ദേശം നൽകി. യെസ് സാബ്. ഡൈവിംഗ് ഇൻ ടു പെരിസ്കോപ്പിക് ഡെപ്ത്. അന്തർവാഹിനി പെരിസ്കോപ്പിക് ഡെപ്തിലേക്ക് ഉയർന്നതും സഫർ പെരിസ്കോപ്പ് ഉപയോഗിച്ച് ചുറ്റുപാടും നിരീക്ഷിച്ചു. വിക്രാന്തോ മറ്റോ കപ്പലുകളോ ഒന്നും അയാൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. പെരിസ്കോപ്പ് മറ്റൊരു നാവികനെ ഏൽപ്പിച്ച ശേഷം സഫർ ഉമറിന്റെ അരികിലേക്ക് പോയി. ഉമർ, നീ പറഞ്ഞത് ശരിയാണ്, എനിക്കും തോന്നുന്നു അവർ നമ്മളെ പറ്റിക്കുകയാണ്. അത് കേട്ടതും ഉമറിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സഫർ അവനെ നോക്കി ചിരിച്ചു. ഉമർ, നമ്മൾ ഇത്ര ദൂരം താണ്ടി ഇവിടെ വന്നത് ഇന്ത്യയുടെ വിജയം കാണാനല്ല. ശത്രുതന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും മറുതന്ത്രം മെനയുകയും ചെയ്യണം. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സഫർ ചോദ്യമുയർത്തി. ജി ജനാബ്, ഉമർ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ദെൻ വൈ ആർ യു വേസ്റ്റിംഗ് അവർ ടൈം? മൂവ് ഫോർവേഡ് ടു വിശാഖ ഹാർബർ. സഫറിന്റെ കമാൻഡ് കേട്ട് ഉമറും മറ്റു നാവികരും ഞെട്ടി. പക്ഷെ അയാളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. സാബ്, എനിക്ക് തോന്നുന്നു നമ്മുടെ തന്ത്രങ്ങൾ അവരുടെ അടുത്ത് വില പോയില്ല എന്നാ. എത്ര മണിക്കൂറായി നമ്മൾ പെട്രോളിംഗ് തുടങ്ങിയിട്ട്, പക്ഷേ ഒരു ഉപകാരവും ഉണ്ടായില്ല, ലഫ്റ്റനന്റ് വിജയ് ഇന്ദ്രനോട് പറഞ്ഞു. പക്ഷെ ഇന്ദ്രന് അത് ഉൾക്കൊള്ളാനായില്ല. അയാൾ പേ ആൻഡ് പേ ടേബിളിലെ മാപ്പിലേക്ക് നോക്കി. വിശാഖ ഹാർബർ മുതൽ അവർ സഞ്ചരിച്ച ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയ ശേഷം വിജയിയെ നോക്കി. ലുക്ക് വിജയ്, നമ്മൾ ഹാർബറിന്റെ 200 നോട്ടിക്കൽ മൈൽ പരിധിയിൽ എല്ലായിടവും കവർ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഖാസിയെയോ മറ്റു പാകിസ്ഥാനി കപ്പലുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദ്രൻ പറഞ്ഞു നിർത്തി. സാബ്, ദിസ് ഈസ് പ്രൂവ് മൈ തിയറി. വിജയ് തൻ്റെ നിഗമനം പറഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് സോ വിജയ്. ജസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് സീ ദ എനിമി. അതിനർത്ഥം എനിമി അവിടെ ഇല്ല എന്നല്ല. ചിലപ്പോൾ അവർ മറഞ്ഞിരിക്കുന്നുണ്ടാവും, അവരും കാത്തിരിക്കുന്നുണ്ടാവും ഒരു നല്ല അവസരത്തിന് വേണ്ടി. വിജയ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഖാസി ഈ ഓഷ്യനിൽ തന്നെയുണ്ട്. ഇന്ദ്രൻ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു. വാട്സാപ്പ് തുടർന്ന് പറയാൻ തുടങ്ങിയ വിജയിയെ ഇന്ദ്രൻ തടഞ്ഞു. തിങ്സ് വിജയ്, നീ ഇപ്പോൾ ഖാസിയിലുണ്ടായിരുന്നെങ്കിൽ എവിടെയാകും നിലയുറപ്പിക്കുക? നോട്ട് ഹിയർ, നോട്ട് ഹിയർ. മാപ്പിൽ അവർ സഞ്ചരിച്ച ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഇന്ദ്രന്റെ മുഖം വിടർന്നു. മേ ബി ദേ ആർ ഔട്ട് ഹിയർ. ഇന്ദ്രൻ ഹാർബറിലേക്കുള്ള കപ്പൽ പാതയുടെ ആരംഭസ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹാർബറിലേക്ക് ഏത് നിമിഷവും കടന്നു വരാനും അതേപോലെ ഹാർബറിലേക്ക് എത്തുന്ന കപ്പലുകളെ ആക്രമിക്കാനും ഇവിടെ നിലയുറപ്പിക്കുന്നതിലൂടെ അവർക്ക് സാധിക്കും. അത്ര പെട്ടെന്ന് ആർക്കും അവരെ കണ്ടെത്താനും കഴിയില്ല, ഇന്ദ്രൻ ആവേശത്തോട് പറഞ്ഞു. കറക്റ്റ് സാബ്, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഒന്ന് ചിന്തിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞതും ശരിയാകാമെന്ന് വിജയ്ക്ക് തോന്നിയിരുന്നു. വിജയ്, സെറ്റ് സെയിൽ ടു ദ ഔട്ടർ ചാനൽ. ഇന്ദ്ര വിജയ്ക്ക് ഉത്തരവ് നൽകി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കപ്പൽ പാതയിലൂടെ രാജ്പൂത്ത് മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഈ സമയം ഖാസി കപ്പൽചാലിൽ മൈനുകൾ നിക്ഷേപിക്കുകയായിരുന്നു. അതുവഴി കടന്നുപോകുന്ന ഏതൊരു വലിയ കപ്പലിനെയും തകർത്തെറിയാനുള്ള ശേഷി ആ മൈനുകൾക്കുണ്ടായിരുന്നു. കപ്പൽചാലിലൂടെ ഖാസിയെ തേടി രാജ്പൂത്ത് പാതി ദൂരം പിന്നിട്ടതും കപ്പലുകൾക്ക് സുഗമമാർഗം കാട്ടാനായി സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ബോയികളുടെ പ്ലേസ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രന്റെ മുഖം പെട്ടെന്ന് ആശങ്കാകുലമായി. വിജയ്, സ്റ്റോപ്പ് ദ എഞ്ചിൻസ്. ഇന്ദ്രൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ ശേഷം വീണ്ടും വാട്ടർ ബോയികൾ നിരീക്ഷിച്ചു. ക്യാ ഹുവാ സാബ്? എഞ്ചിൻ നിർത്താൻ നാവികർക്ക് നിർദ്ദേശം നൽകി വിജയ് ഇന്ദ്രന്റെ അരികിലേക്ക് ഓടിയെത്തി. വിജയ്, ലുക്ക് അറ്റ് ദ ഔട്ടർ ചാനൽ ബോയ്. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് വിജയ് ഔട്ടർ ബോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാബ്, there is a slight displacement in the outer buoy. Sab, maybe that is enemy submarine. വിജയ് തന്റെ നിഗമനം പറഞ്ഞു. അത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചു. തേടി നടന്ന ഇരയെ മുന്നിൽ കണ്ട വേട്ടക്കാരന്റെ ഭാവത്തോടെ ഇന്ദ്രൻ കപ്പലിലെ നാവികരോട് സംസാരിക്കാൻ തുടങ്ങി.
അറ്റൻഷൻ ടെക്, ദിസ് ഈസ് യുവർ കമാൻഡർ ഇന്ദ്രൻ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി നമ്മൾ ശത്രുവിനെ തേടി നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ശത്രു ഇതാ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ലഭിച്ച സുവർണ അവസരമാണിത്. ജയ് ഹിന്ദ്. ഇന്ദ്രൻ തന്റെ സഹനാവികർക്ക് നിർദ്ദേശം നൽകി. റഡാർ ഓപ്പറേറ്ററിൽ നിന്നും ലഭിച്ച മെസ്സേജ് കേട്ട് ഉമർ ഞെട്ടിവിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ജനാബ്, ജനാബ്, ഇന്ത്യൻ വാർഷിപ്പ് ഈസ് അപ്രോച്ചിങ് ആസ്, അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. സമുദ്രത്തിൽ 150 മീറ്റർ താഴ്ചയിലായിരുന്ന ഖാസി ഉമറിന്റെ ഭയന്നുള്ള ശബ്ദം കേട്ട് ക്യാപ്റ്റൻ അവിടേക്ക് ഓടിവന്ന് റഡാറിൽ നോക്കി. അപ്പോഴേക്കും സോണാർ ഓപ്പറേറ്ററും രാജ്പൂത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ജനാബ്, ഇസ് നോട്ട് വിക്രാന്ത്, ഇസ് എ ഡിസ്ട്രോയർ ഷിപ്പ്, സ്പീഡ് അറ്റ് 35 നോട്ടിക്കൽ മൈൽസ്. അത് കേട്ട് സഫറിന് ദേഷ്യം വന്നു. സാല ഹിന്ദുസ്ഥാനി. ഉമർ, പ്രിപ്പയർ ഫോർ എമർജൻസി ഡൈവ്. ജി ജനാബ്. സഫർ നിർദ്ദേശം നൽകി. നിർദ്ദേശം കേട്ട് നാവികർ അവരവരുടെ പോസ്റ്റിൽ രാജ്പൂത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ചുവന്ന ലൈറ്റുകളും റഡാർ സ്ക്രീനുമല്ലാതെ മറ്റൊരു പ്രകാശവും ആ സബ്മറൈനിൽ ഉണ്ടായിരുന്നില്ല. ജനാബ്, വി ആർ അറ്റ് 200 മീറ്റേഴ്സ് ഡെപ്ത്. 230, 250, 270, 300. സമുദ്രത്തിന്റെ അടിയിലേക്ക് ഓരോ അടി താഴുമ്പോഴും ഉമർ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡെപ്ത് 300 കഴിഞ്ഞതും ഉമർ ആശങ്കയോടെ സഫറിനെ നോക്കി. അയാളുടെ മുഖത്ത് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. ജനാബ്, വി ആർ അറ്റ് 320. അവന്റെ ശബ്ദം ഭയത്താൽ വിറകൊണ്ടു. സഫർ ഉമറിനെ രൂക്ഷമായി നോക്കി. ഉമർ, ഡൈവ് ഇൻ ടു 350. അയാൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും ഉമർ ഞെട്ടി. സാബ്, 350? അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഇതെന്റെ ഓർഡറാണ് ഉമർ. ഡൈവ് ഇൻ ടു 350. ഓരോ അടി താഴുമ്പോഴും സബ്മറൈൻ്റെ അകം പുറത്തെ കടലിന്റെ മർദ്ദത്താൽ പ്രകമ്പനം കൊണ്ടു തുടങ്ങിയിരുന്നു. നാവികർ ഭയപ്പാടോടെ സഫറിനെ നോക്കി. അയാളതൊന്നും കാര്യമാക്കാതെ സോണാറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ സമയം ഖാസിയോട് വളരെയേറെ അടുത്തെത്തിയിരുന്നു രാജ്പൂത്. ഉമർ, ലോഡ് നമ്പർ 1 ടോർപിഡോ. ക്രൂരത നിറഞ്ഞ ചിരിയോടെ സഫർ പറഞ്ഞു. യെസ് സാബ്, ലോഡ് ഇൻ നമ്പർ 1 ടോർപിഡോ. രാജ്പൂത്തിന് നേർക്ക് തൊടുക്കാനുള്ള ആദ്യത്തെ ടോർപിഡോ ലോഡ് ചെയ്തു. രാജ്പൂത്തിലെ നാവികരും ഇന്ദ്രന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു. സാബ്, ഖാസി 250 മീറ്ററിലേറെ താഴ്ചയിലാണ്. വി കാൻ ഫൈൻഡ് ദെയർ ആക്ച്വൽ ഡെപ്ത് സാർ. നമുക്ക് ഇനിയും കാത്തു നിൽക്കാനാവില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു വിജയുടെ വാക്കുകൾ. അവൻ പറഞ്ഞത് ശരിയാണെന്ന് ഇന്ദ്രനും തോന്നി. അയാളൊന്ന് കണ്ണടച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. വിജയ്, ഡ്രോപ്പ് ദ ആങ്കർ. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം വിജയ് ഞെട്ടി. സാബ്. അയാൾ എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. വിജയ്, ഡ്രോപ്പ് ദ ആങ്കർ ഇമ്മീഡിയറ്റ്ലി, ഇസ് ആൻ ഓർഡർ. ഇന്ദ്രൻ വിജയെ നോക്കി അലറി. യെസ് സാബ്, ഡ്രോപ്പിംഗ് ദ ആങ്കർ. അത് പറഞ്ഞുകൊണ്ട് വിജയ് ആങ്കർ റിലീസ് ചെയ്തു. ഇന്ദ്രന് തന്റെ അടുത്ത നിർദ്ദേശം നൽകാൻ ഏറെ ചിന്തിക്കേണ്ടി വന്നില്ല. വിജയ്, ഫയർ ദ നമ്പർ 1 ഡെപ്ത് ചാർജർ. യെസ് സാബ്, ഫയർ ഇൻ ദ നമ്പർ 1 ഡെപ്ത് ചാർജർ. വിജയുടെ നിർദ്ദേശാനുസരണം ദീപക് ആദ്യത്തെ ഡെപ്ത് ചാർജർ ഖാസിയുടെ ലൊക്കേഷൻ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. വിജയ്, ലോഞ്ച് ദ നമ്പർ 2 ഡെപ്ത് ചാർജർ. ആദ്യ ഡെപ്ത് ചാർജർ സമുദ്രത്തിന്റെ അടിയിലേക്ക് പാഞ്ഞതും രണ്ടാമത്തേതുകൂടി രാജ്പൂത്തിൽ നിന്നും ഖാസിയെ ലക്ഷ്യമാക്കി തൊടുത്തു. ഖാസിയിൽ ഉമറിന്റെ മുഖത്ത് വിയർപ്പുതുള്ളികൾ ഒഴുകിയിറങ്ങി. ജനാബ്, നമ്പർ 1 ടോർപിഡോ ഈസ് ലോഡ്. സഫർ ഉമറിനെ നോക്കി രൗദ്രതയോടെ ചിരിച്ചു. ഉമർ, ഇതാണ് നമ്മുടെ കറാച്ചിയിൽ അവർ ചെയ്തതിന്റെ പ്രതികാരം. അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ ഫയർ ചെയ്തോളൂ. സഫർ അവനെ നോക്കി അലറി. അത് കേട്ട ആ പിരിമുറുക്കത്തിലും ഉമർ പുഞ്ചിരിച്ചുകൊണ്ട് ടോർപിഡോ രാജ്പൂത്തിന് നേരെ ഫയർ ചെയ്തു. അത് ആഘോഷിക്കാനായി സഫർ ഉറക്കെ ചിരിച്ചതും രാജ്പൂത്തിൽ നിന്നും തൊടുത്ത ആദ്യ ഡെപ്ത് ചാർജർ ഖാസിക്ക് 50 മീറ്റർ മുകളിലെത്തി പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ ഖാസി ആടിയുലഞ്ഞു. നിലകിട്ടാതെ നാവികർ മറിഞ്ഞ് താഴെ വീണു. പലർക്കും പരിക്കേറ്റിരുന്നു. ദേഷ്യം കൊണ്ട് വരച്ച സഫർ ഉമറിന് അടുത്ത ടോർപിഡോ ഫയർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലതെറ്റി വീണ് അവന്റെ നെറ്റി മുറിഞ്ഞ് രക്തം വാർന്നൊഴുകിയിരുന്നു. അവൻ പതിയെ പിടിച്ചെഴുന്നേറ്റതും രണ്ടാമത്തെ ഡെപ്ത് ചാർജർ അവർക്ക് അരികിലായി വന്ന് പൊട്ടിത്തെറിച്ചു. ഇത്തവണ സ്ഫോടനത്തിന്റെ പ്രകമ്പനം മുൻപത്തേക്കാളും ഇരട്ടിയായിരുന്നു. ഖാസി കടലിന്റെ അടിത്തട്ടിലേക്ക് തെന്നിമാറിയതും അവർ തന്നെ സ്ഥാപിച്ച മൈനിന്റെ മുകളിലേക്കായിരുന്നു. ഒരു നിമിഷത്തിന്റെ 10-1 സമയം കൊണ്ട് മൈൻ പൊട്ടിത്തെറിച്ചു. ഖാസിയിലേക്ക് വെള്ളം ഇരച്ചു കയറി. ക്യാപ്റ്റൻ സഫർ അടക്കമുള്ള നാവികര സ്ഫോടനത്തിൽ തന്നെ മരിച്ചിരുന്നു. ഒരു കൂറ്റൻ പാറക്കല്ല് പോലെ ഖാസി കടലിന്റെ അടിത്തട്ടിലേക്ക് പതിച്ചു. എന്നാൽ ഖാസി തൊടുത്തുവിട്ട ടോർപിഡോ രാജ്പൂത്തിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. സാർ, ടോർപിഡോ അറ്റ് 150 യാർഡ്സ്. ഇന്ദ്രൻ ആശങ്കയോടാണ് ആ വാക്കുകൾ കേട്ടത്. എവരിവൺ പ്രിപ്പയർ ഫോർ ദ ഇമ്പാക്ട്. ഇന്ദ്രന്റെ നിർദ്ദേശം കേട്ടതും നാവികർ കപ്പലിന്റെ ഓരോ ഭാഗത്തും മുറുകെ പിടിച്ചു. സാബ്, 130, 100 യാർഡ്സ് 70. സോണാർ ഓപ്പറേറ്റർ ചങ്കടിപ്പോടെ ടോർപിഡോയുടെ സ്റ്റാറ്റസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊട്ടുമുന്നിൽ മരണമാണെന്ന ബോധ്യത്തിലും മാതൃരാജ്യത്തിന് വിജയം സമ്മാനിച്ചുകൊണ്ട് മരിക്കാൻ നാവികർക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ അവസാന നിമിഷത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗാനം ഉറക്കെ ആലപിക്കാൻ തുടങ്ങി. വിജയും ഇന്ദ്രനും അവർക്കൊപ്പം ചേർന്നു. അപ്പു ശ്വാസമടക്കി പിടിച്ച് രുദ്രന്റെ അടുത്ത വാക്കിനായി കാതോർത്തു.
അവളുടെ ഹൃദയമിടിക്കുന്നത് അവനെ കേൾക്കാമായിരുന്നു. അത്ര വേഗത്തിലാണ് അത് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കിഴക്കു വെള്ളികീറി തുടങ്ങിയിരുന്നു. ആ പുതിയ പ്രഭാതം രുദ്രന് കാത്തുവച്ചത് എന്താണെന്നറിയാതെ INS രാജ്പൂത് അവളുടെ പരമാവധി വേഗമായ 35 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ മുന്നോട്ട് കുതിച്ചു. കാസി തൊടുത്ത ടോർപിഡോ ലക്ഷ്യം കാണുന്നതിന് വെറും 70 യാർഡ് അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നാവികർക്ക് മരിക്കാൻ ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ അഭിമാനമായിരുന്നു. അവസാന നിമിഷങ്ങൾ അവർ ദേശീയഗാനം ആലപിച്ചുകൊണ്ട് കടലിൻ്റെ മടിത്തട്ടിൽ ലയിക്കാൻ മനസ്സ് തയ്യാറാക്കി. സെക്കൻഡ് ഓഫീസർ ലഫ്റ്റനന്റ് വിജയും കമാൻഡിംഗ് ഓഫീസർ ഇന്ദ്രനും അവർക്കൊപ്പം ചേർന്നു. അപ്പോഴും സോണാർ ഓപ്പറേറ്റർ ഇമ്പാക്ട് ടൈം കണക്കുകൂട്ടി ഇന്ദ്രനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. സാർ, ടോർപിഡോ അറ്റ് 70 യാർഡ്സ്. അത് പറയുമ്പോൾ നാവികന്റെ ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. അയാൾക്ക് തൊണ്ട വരളുന്ന പോലെ തോന്നി. ലിസൺ എവരിവൺ, മെയിൻറ്റെയിൻ യുവർ പോസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ മൈ ഓർഡർ. ഇന്ദ്രന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടതും നാവികർ പൊടുന്നനെ നിശബ്ദരായി. അവർ അവന്റെ ഉത്തരവിനായി കാതോർത്തു. ഉദ്യാഗം നിറഞ്ഞ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇന്ദ്രൻ അവരെ നോക്കി. എവരിവൺ വെയിറ്റ് ഫോർ ഇറ്റ്. വിജയ്, ഹോൾ ഓൺ ദ വീൽ. യെസ് സാബ്. വിജയ് കപ്പലിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവന് മറുപടി നൽകി. അവർ കാത്തു നിൽക്കെ 35 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോയ രാജ്പൂത്ത് പിടിച്ചു നിർത്തിയ പോലെ നിന്നു. കപ്പലിന്റെ പോർട്ട് ആങ്കർ അവർ മുന്നേ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിന്റെ ആഘാതത്തിൽ കപ്പലിന്റെ മുൻഭാഗം താണുപൊങ്ങി. കടൽജലം കപ്പലിന്റെ മുൻഭാഗത്തേക്ക് ഇരച്ചു കയറി. ആടിയുലഞ്ഞ കപ്പലിൽ നാവികർ കപ്പൽ ഭാഗങ്ങളിൽ മുറുകെ പിടിച്ചു. ഒട്ടും താമസിയാതെ തന്നെ ഇന്ദ്രന്റെ നിർദ്ദേശം വന്നു. വിജയ്, ഗോ ഹാൻഡ് ഓൺ ദ സ്റ്റാർബോർഡ് സൈഡ്. കപ്പലിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന വിജയിയെ നോക്കി ഇന്ദ്രൻ അലറുകയായിരുന്നു. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടതും വിജയ് കപ്പലിന്റെ സ്റ്റിയറിംഗ് തന്നാലാവുന്ന വേഗത്തിൽ വലത്തേക്ക് കറക്കി. പരമാവധി വേഗത്തിലായിരുന്നു അപ്പോൾ രാജ്പൂത്തിന്റെ പ്രൊപ്പല്ലർ കറങ്ങിക്കൊണ്ടിരുന്നത്. രാജ്പൂത് പൊടുന്നനെ വലതുഭാഗത്തേക്ക് തിരിയുകയും ആ നിമിഷം തന്നെ കാസയിൽ നിന്ന് വന്ന ടോർപിഡോ അവരെ സ്പർശിക്കാതെ കടന്നു പോകുകയും ചെയ്തു. സാബ്, ടോർപിഡോ മിസ് ദ ടാർഗറ്റ്. ഐ റിപ്പീറ്റ്, സാബ്, വി ആർ സേഫ്. സോണാർ ഓപ്പറേറ്ററുടെ വാക്ക് കേട്ടതും ഇന്ദ്രൻ അതുവരെ അടക്കിപ്പിടിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടു. വിജയിയാകട്ടെ നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ അപ്പോഴും സ്റ്റിയറിംഗ് വീലിൽ കെട്ടിപ്പിടിച്ച് നിന്നുപോയി. നാവികർ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ നാവികസേനാ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച പോരാട്ട വിജയങ്ങളിൽ ഒന്നിനെ സാക്ഷ്യം വഹിക്കുകയായിരുന്നു അവർ. കഥ കേട്ട് അപ്പു രുദ്രനെ തന്നെ നോക്കി കിടക്കുകയാണ്. പലതരം കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ആവേശകരമായ ഒന്ന് അവളുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിരുന്നു. അച്ചയുടെ പൊന്നിന് കഥ ഇഷ്ടപ്പെട്ടോ? രുദ്രൻ അവളെ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇഷ്ടമായി അച്ചേ, ഒത്തിരി ഒത്തിരി ഇഷ്ടം. അപ്പു രുദ്രന്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൂട്ട, ഇത് വെറും കഥയല്ല, നീയും ഞാനുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. നല്ലൊരു നാളേക്കായി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായവരുടെ ജീവിതം. അച്ചേ, എനിക്കും വലുതാകുമ്പോൾ അതുപോലൊരു നാവികനാകണം. എന്നിട്ട് എനിക്കതിൻ്റെ ക്യാപ്റ്റനാകണം. അവൾ അവനെ സല്യൂട്ട് ചെയ്തു പറഞ്ഞു. രുദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ മുത്തി. അപ്പൂട്ട, ഈ ലോകത്ത് നമ്മളെ കാത്ത് പലതുമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനും ഒരു അവസരം ഉണ്ടാകും. അന്ന് നിന്റെ ഹൃദയം പറയുന്നത് നീ കേൾക്കുക. രുദ്രൻ പറഞ്ഞു നിർത്തി അവർക്കരികിൽ കിടന്ന ഗൗരിയെ നോക്കി. ഗൗരി ഇരുവരെയും ഇമചിമ്മാതെ നോക്കുകയായിരുന്നു. രുദ്രൻ ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചു. ഗൗരിക്കായി ചുംബനം നൽകാൻ പോയതും രുദ്രന്റെ കാതിൽ ഘടിപ്പിച്ച ട്രാൻസ്മീറ്ററിലേക്ക് മക്ബറയുടെ സന്ദേശമെത്തി. തങ്ങൾ വിരിച്ച വലയിലേക്ക് ഇര വന്നു കയറിയ സന്തോഷത്തോടെ രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഗൗരിയുടെ കവളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. രാവിലെ മുതൽ ഗൗരി അവരുടെ മുറിക്ക് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അച്ഛനും മോളും അവളെ പുറത്താക്കി അകത്ത് കയറിയിട്ട് മണിക്കൂറുകളായി. രണ്ടും ചേർന്ന് എന്തോ ഒപ്പിക്കാനാണെന്ന് മാത്രം ഗൗരിക്ക് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചിട്ട് അവരൊട്ട് പറയുന്നുമില്ല. അവൾ നടത്തു നിർത്തി തന്നെ വീക്ഷിക്കുന്ന ലേഡിയെ നോക്കി. അവൾ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. തന്നെപ്പോലെ രുദ്രനെയും അപ്പുവിനെയും കാത്തുള്ള കിടപ്പാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ചെറിയമ്മ എന്തെങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? കുറേ നേരമായല്ലോ. അപ്പു എന്തിയെ? അങ്ങോട്ട് വന്ന് ആദ്യം ചോദിച്ചു. ലേഡിയെ നോക്കിക്കൊണ്ട് ഭയത്തോടെയാണ് അവൾ ഗൗരിക്ക് അടുത്തേക്ക് ചെന്നത്. ഓരോന്ന് ചോദിക്കുമ്പോഴും അവളുടെ ഒരു കണ്ണ് അങ്ങോട്ടേക്കായിരുന്നു. എൻ്റെ ഒന്നും പറയണ്ട, ദാ മുറിക്കകത്ത് കയറി രണ്ടും കൂടെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല രണ്ടും. ഗൗരി മുറിയുടെ വാതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ തങ്ങളുടെ മുന്നിൽ ഒരു സംഹാര രുദ്രയെപ്പോലെ നിന്ന ഗൗരി ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പിണങ്ങി നിൽക്കുന്നത് കണ്ട് ആദിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ ഗൗരിക്കുട്ടി, അവരച്ഛനും മോളും കൂടെ എന്നേലും ഒപ്പിക്കട്ടെ, നമുക്ക് കാണാലോ. എടി, എന്നാലും അവര് ഗൗരി വാതിൽ നോക്കി പറഞ്ഞു. ആ, ഇങ്ങ് വാ ഗൗരിക്കുട്ടി, അവര് വരുന്നേ. ആദി ഗൗരിയെയും കൂട്ടി പുറത്തേക്ക് പോയി. അപ്പോഴേക്കും 2 ബൊലേറോ ജീപ്പുകൾ കൊട്ടാരത്തിന്റെ കവാടം കടന്ന് ഇരുമ്പലോടെ അകത്തേക്ക് പാഞ്ഞു. ഒന്നിൽ അർജുനും മറ്റൊന്നിൽ മിത്രയുമടക്കം അവരുടെ ടീം മൊത്തം രുദ്രനെ ലക്ഷ്യമാക്കി അകത്തേക്ക് പ്രവേശിച്ചു. ബോയ്സ്, ഐ ഡോണ്ട് വാണ്ട് എനി കാഷ്വാലിറ്റി. എനിക്കവനെ ജീവനോടെ വേണം. യെസ് സാബ്. കോൺഫറൻസ് കോളിൽ കണക്റ്റായിരുന്ന അവർ അർജുന് മറുപടി നൽകി. ലെറ്റ്സ് മൂവ് ബോയ്സ്. അർജുൻ അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറി. പിന്നാലെ മിത്രയും സംഘവും അവനെ അനുഗമിച്ചു.
വലിയ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് നടക്കുന്തോറും അർജുന്റെ കണ്ണുകൾ ചുറ്റും പരതിയിരുന്നു. അപ്പോഴാണ് പുറത്ത് അല്പം മാറി രുദ്രന്റെ ജീപ്പ് കിടക്കുന്നത് കണ്ടത്. ബോയ്സ്, വി ആർ ഓൺ ദ റൈറ്റ് സ്പോട്ട്. അർജുൻ സാബ്, നമ്മൾ ട്രാഫിക് ക്യാമറയിൽ കണ്ട അതേ ജീപ്പാണിത്. നമ്പർ നോക്കി മിത്ര പറഞ്ഞു. ലിസൺ, എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. അത് കേട്ടതും മറ്റുള്ളവർ തങ്ങളുടെ തോക്ക് കയ്യിലെടുത്ത് പോക്ക് ചെയ്തു. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട അർജുൻ അനുവാദത്തിന് കാക്കാതെ അകത്തേക്ക് കടന്നു. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരോട് വശങ്ങളിലേക്ക് നീങ്ങാൻ അവൻ കൈകൊണ്ട് നിർദ്ദേശം നൽകി. ഹാളിലേക്ക് നടന്ന ആദിയുടെ അമ്മ സുമിത്രയുടെ മുന്നിലേക്കാണ് അർജുനും മിത്രയും കടന്നു ചെന്നത്. തോക്കുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടതും സുമിത്ര ഭയന്ന് ഒച്ച വെച്ചു. ഏട്ടാ, ഓടിവാ. അവൾ വല്ലാതെ ഭയന്നിരുന്നു. അരേ ചുപ്, അർജുൻ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് സുമിത്രയോട് പറഞ്ഞു. പേടിച്ചു വരച്ച സുമിത്ര ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ തന്റെ വാ പൊത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അർജുൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് സുമിത്രയെ കാണിച്ചു. അവൾ നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് അതിലേക്ക് നോക്കി. ആ പേപ്പറിൽ പതിഞ്ഞിരുന്ന ചിത്രം കണ്ട് സുമിത്ര ഞെട്ടിത്തെറിച്ചു. രുദ്രന്റെ രേഖാചിത്രമായിരുന്നു അത്. ഡു യു നോ ഹിം? നിങ്ങൾക്കിവനെ അറിയാമോ? അർജുന്റെ ശബ്ദം സുമിത്രയുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. അവൾക്ക് പേടികൊണ്ട് നാവ് പൊന്തിയില്ല. നിങ്ങൾക്കിവനെ അറിയാമോ? ഇത്തവണ അർജുൻ തോക്കു ചൂണ്ടിയാണ് സംസാരിച്ചത്. അവളുടെ നിൽപ്പ് കണ്ട് മിത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സുമിത്രയ്ക്ക് നേരെ നടന്നെടുക്കാൻ പോയതും മിത്ര ഭയന്ന് നടത്തം നിർത്തി. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ ലേഡി അവൾക്ക് മുന്നിലൂടെ കുതിച്ചു ചാടി തോക്കു ചൂണ്ടിപ്പിടിച്ചിരുന്ന അർജുന്റെ കയ്യിൽ കടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞുപോയ അർജുൻ തോക്കിൽ നിന്നുള്ള പിടിവിട്ടു താഴേക്ക് ഇരുന്നു പോയി. അവൾ കടിച്ച ഭാഗത്ത് നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അർജുനെ നോക്കി ദേഷ്യത്തോടെ ലേഡി കുരച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് കുതിച്ചു. അത് കണ്ട് ദേഷ്യം വന്ന മിത്ര ലേഡിക്ക് നേരെ നിറയൊഴിച്ചതും അവൾ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ സുമിത്ര ചെവി പൊത്തി ഉറക്കെ കരഞ്ഞു. വെടിശബ്ദവും ഒപ്പം സുമിത്രയുടെ കരച്ചിലും കൂടി കേട്ടതോടെ കൊട്ടാരത്തിലുള്ളവർ നടുത്തളത്തിലേക്ക് ഓടിക്കൂടി. എന്നാൽ മുന്നിൽ തോക്കുമായി നിൽക്കുന്നവരെ കണ്ട് നരേന്ദ്രനും ശേഖരനും അടക്കം എല്ലാവരും ഭയന്നു. ആളുകൾ ഓടിക്കൂടിയത് കണ്ട് അർജുൻ ദേഷ്യത്തോടെ മിത്രയെ നോക്കി. അവൾക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ അവൾ ലേഡിയെ നോക്കി തല താഴ്ത്തി. എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? അല്പം ഭയന്നിട്ടാണെങ്കിലും നരേന്ദ്രൻ ചോദിച്ചു. ശേഖരൻ അപ്പോഴേക്കും സുമിത്രയുടെ അരികിലെത്തിയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നരേന്ദ്രന്റെ ചോദ്യം കേട്ട് അർജുൻ ചുറ്റുമുള്ളവരെ നോക്കി. സാർ, വി ആർ ഫ്രം പോലീസ്. ഐ ആം സിറ്റി പോലീസ് കമ്മീഷണർ അർജുൻ രമേശ്. ദിസ് ഈസ് മൈ ടീം. അത് കേട്ട് നരേന്ദ്രൻ അടക്കമുള്ളവരുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ഒപ്പം മുൻപൊങ്ങുമില്ലാത്ത വിധം ഭയവും അവരെ പിടികൂടിയിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു 2 ദിവസമായി അവർക്ക് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്താ സാർ, എന്തിനാ നിങ്ങൾ? നരേന്ദ്രൻ ആകുലപ്പെട്ട് ചോദിക്കാൻ തുടങ്ങിയതും അർജുൻ അയാളെ തടഞ്ഞുകൊണ്ട് നിലത്ത് വീണ് രുദ്രന്റെ രേഖാചിത്രമെടുത്ത് നരേന്ദ്രന്റെ നേരെ നീട്ടി. അർജുന്റെ രക്തം ചിത്രത്തിലാകെ പടർന്നിരുന്നു. എങ്കിലും രുദ്രന്റെ മുഖം മിഴിവോടെ അതിൽ പതിഞ്ഞിരുന്നു. സാർ, വി ആർ ലുക്കിംഗ് ഫോർ ദിസ് മാൻ. ആഴ്ചകളായി ഞങ്ങൾ ഇയാൾക്ക് പിന്നാലെയാണ്. ഡു യു നോ ഹിം? രുദ്രന്റെ ചിത്രം നരേന്ദ്രന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു. അപ്പോഴും പോലീസ് രുദ്രനെ തേടുന്നത് എന്തിനാണെന്ന് മാത്രമാണ് നരേന്ദ്രൻ ചിന്തിച്ചത്. തന്റെ പെങ്ങളുടെ ഭാവി, വർഷങ്ങളായുള്ള അവളുടെ കാത്തിരിപ്പ്. ഒടുവിൽ അവൻ വന്ന ശേഷമാണ് അവൾ ഒന്ന് ചിരിച്ചു കണ്ടത്. ഇതെല്ലാം അവൾ അറിഞ്ഞാലുണ്ടാകാൻ പോകുന്നതോർത്ത് നരേന്ദ്രന്റെ ഉള്ളു പിടഞ്ഞു. ഗൗരി ഇത് കണ്ടാൽ തകർന്നു പോകുമെന്ന് അറിയാമായിരുന്ന നരേന്ദ്രൻ ചുറ്റും അവൾക്കായി കണ്ണോടിച്ചു. നിറ കണ്ണുകളോടെ സുമിത്രയുടെ അരികിൽ ആദിയുമായവൾ നിൽക്കുന്നത് കണ്ട് നരേന്ദ്രൻ സ്തബ്ധനായി. അർജുൻ ചോദിച്ചതും രുദ്രന്റെ ചിത്രവുമെല്ലാം അവൾ കണ്ടിരുന്നു. സാർ, ആർ യു ലിസണിംഗ് ടു മീ? ഗൗരിയെ നോക്കിക്കൊണ്ടിരുന്ന നരേന്ദ്രൻ അർജുന്റെ ചോദ്യം കേട്ട് ഞെട്ടി. എന്താ സാർ പറഞ്ഞ? നരേന്ദ്രൻ അർജുനെ നോക്കി. അത് കേട്ട് അർജുന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൗരി മിത്രയെ ശ്രദ്ധിക്കുന്നത്. അപ്പുവുമായി എയർപോർട്ടിൽ വെച്ച് കൂട്ടിയിടിച്ചത് മിത്രയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് ഗൗരി മിത്രയുടെ അടുത്തേക്ക് നടന്നു. മേഡം, എന്താ മേഡം ഇതൊക്കെ? ഇവിടെ എന്താ നടക്കുന്നത്? ഗൗരി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു നിർത്തി. അപ്പോഴാണ് മിത്രയും അവളെ ശ്രദ്ധിക്കുന്നത്. ഗൗരി ചേച്ചി എന്താ ഇവിടെ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. മേഡം, ഇതെന്റെ വീടാണ്. എന്താ മേഡം ഇവിടെ നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗൗരിയുടെ മുഖത്തെ ഭയമാണ് മിത്ര കണ്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മിത്ര, നിനക്കറിയാമോ ഇതാരാണെന്ന്? അവർ സംസാരിക്കുന്നത് കണ്ട് അർജുൻ ചോദിച്ചു. അറിയാം സാർ, ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഓക്കെ ദെൻ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി, ഇയാൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അറിയില്ല, കണ്ടില്ല, കേട്ടില്ല എന്നുള്ള മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. അയാൾ സഞ്ചരിച്ച ജീപ്പ് പുറത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന് സമീപമുള്ള ട്രാഫിക് ക്യാമറയിൽ നിന്നും ഇയാളുടെ പാതി മറഞ്ഞ മുഖവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കൊന്നേ അറിയണ്ടു, വേർ ഈസ് ഹി? നിങ്ങളൊരു റെപ്യൂട്ടഡ് ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ രീതി മാറ്റാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. അർജുൻ ഒരു താക്കീതെന്നോണം പറഞ്ഞു.
അർജുൻ പറഞ്ഞത് കേട്ട് മറുപടി പറയാൻ ഗൗരി തുടങ്ങും മുമ്പ് രുദ്രന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. സാർ, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെയാണ്. ഐ ആം ദ വൺ യു സീക്കിംഗ്. അർജുനടക്കം എല്ലാവരുടെയും ശ്രദ്ധ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. ഞൊടിയിട കൊണ്ട് തന്നെ അർജുനും ഇത്രയും വീറുമെല്ലാം രുദ്രന്റെ നേരെ തോക്കു ചൂണ്ടി. തന്റെ ശത്രുവിനെ മുന്നിൽ കിട്ടിയത് കണ്ട് അർജുൻ പകയോടെ ചിരിച്ചു. അപ്പോഴും ഗൗരി, നരേന്ദ്രനുമടക്കം കൊട്ടാരത്തിലുള്ള എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. നരേന്ദ്രനും ശേഖരനും അഖിലേഷും എല്ലാം പ്രേതത്തെ കണ്ട പോലെ രുദ്രനെ നോക്കി. ഭയം കൊണ്ട് ശബ്ദം പോലും അവർക്ക് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഗൗരിയാകട്ടെ തലയ്ക്ക് ആരോ കുടം കൊണ്ട് അടിച്ച പോലെ തോന്നി. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ശരീരം തളരുന്ന പോലെ തോന്നി. വീഴ്ച താഴെ വീഴാൻ പോയ ഗൗരിയെ ആദിയും നീതുവും ചേർന്ന് താങ്ങിപ്പിടിച്ചു. ഇതെല്ലാം കണ്ട് ചിരിയോടെ നിന്ന അപ്പുവിനെയും കൂട്ടി രുദ്രൻ അർജുന്റെ നേർക്ക് നടന്നു. രുദ്രനെ കണ്ട ലേഡി അവനരികിലേക്ക് ഓടിയെത്തി വാലാട്ടിക്കൊണ്ട് അവനോട് ഒട്ടി നിന്നു. രുദ്രൻ ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്തോറും നരേന്ദ്രനും ശേഖരനുമെല്ലാം പ്രേതത്തെ കണ്ട പോലെ ഭയന്ന് പിന്നിലേക്ക് മാറി. അവർക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ രുദ്രൻ കൊന്നിട്ട് ഗിരിധറാണ് ജീവനോടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അയാൾ കണ്ണു തിരുമ്മി ഒന്നുകൂടി നോക്കി. അതെ, ഗിരിധർ തന്നെ. നരേന്ദ്രന് തന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന്മാരുടെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ അർജുനും ഇത്രയുമെല്ലാം അവനെ ഒന്നും മനസ്സിലാകാതെ നോക്കി. അവരുടെ പക്കലുണ്ടായിരുന്ന രേഖാചിത്രവും രുദ്രന്റെ മുഖവും തമ്മിൽ ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അപ്പുവിന്റെ കൈയും പിടിച്ചു നിൽക്കുന്ന യുവാവിനെ കണ്ട് അർജുൻ അവന്റെ തോക്ക് താഴ്ത്തി പിടിച്ചു. സാർ, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെയാണ്. പുറത്തു കിടക്കുന്ന ജീപ്പും എന്റേതാ. എന്താ സാർ പ്രശ്നം? രുദ്രൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അർജുനോട് ചോദിച്ചു. ഒരു നിമിഷം അർജുനും എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. തനിക്ക് തെറ്റുപറ്റിയെന്ന് അവന് തോന്നി, ഇത്തവണയും. അപ്പോഴും രുദ്രന് ഗിരിധരന്റെ മുഖം മാത്രമല്ല, മറിച്ച് അവന്റെ ശബ്ദവും കൂടെ ഉണ്ടായിരുന്നെന്ന തിരിച്ചറിവ് ചുറ്റുമുള്ളവരെ അത്ഭുതപ്പെടുത്തി. ഇനി ഗിരിധരന്റെ ആത്മാവാണ് തങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നി. എന്താ സാർ ഒന്നും പറയാത്ത? നിങ്ങൾ ഈ തോക്കുമായി വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. ആരെയും ഒന്ന് തെളിച്ചു പറ, എന്താ ഇവിടെ നടക്കുന്നത്? രുദ്രൻ നിഷ്കളങ്കതയോടെ അതിലുപരി ഭയം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. സി മിസ്റ്റർ, അർജുൻ രുദ്രനെ നോക്കി സംസാരിച്ചു തുടങ്ങി. സാർ, മൈ നെയിം ഈസ് രുദ്രപ്രതാപ്. ഓക്കെ രുദ്ര, നിങ്ങളുടെ വണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മോറോവർ, ട്രാഫിക് ക്യാമറയിൽ പതിഞ്ഞ ഡ്രൈവറുടെ മുഖവുമായി ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രതിയുടേതായി സാമ്യമുണ്ടെന്ന് തോന്നി. ഞങ്ങളുടെ ഫേസ് ക്യാമറയിൽ 2 ചിത്രങ്ങളും മാച്ചിങ് ആയിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിയതാകും. കാരണം ജീപ്പ് ഞാനല്ലാതെ മറ്റാരും ഓടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെയാവും ക്യാമറയിൽ പതിഞ്ഞത്. സാറിന് ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? രുദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. യെസ് രുദ്രൻ, ഇതാണ് ആ പിക്ചർ. അർജുൻ അവർ തയ്യാറാക്കിയ രേഖാചിത്രം കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവനെ കണ്ടാലേ അറിയാം സാറേ, ആള് പെശകാന്ന്. ഇവനെ തന്നെയാണോ എൻ്റെ വണ്ടിയിൽ കണ്ടത്? ഇനി നിങ്ങൾക്ക് വണ്ടി മാറിയതാകുമോ? സാറുമാര് വണ്ടി നമ്പർ നോക്കിയായിരുന്നോ? യെസ്, വി ഡബിൾ ചെക്ക് ദ നമ്പർ. വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു രഘുറാമിൻ്റെ പേരിലാണ്. ആൻഡ് ഈസ് വൺ ഓഫ് യുവർ ഫാമിലി മെമ്പർ. സാർ, അത് ഞാൻ പറയാൻ മറന്നു. എൻ്റെ വൈഫിൻ്റെ കസനാണ് രഘുറാം. അവൻ വാങ്ങിയ വണ്ടിയാണിത്. ഇപ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. വേർ ഈസ് ഹി നൗ? അർജുൻ രുദ്രനോട് ചോദിച്ചു. സാർ, അവൻ കുഴപ്പക്കാരനൊന്നുമല്ല. അവനിപ്പോൾ ആശുപത്രിയിലാണ്. ഞങ്ങളുടെ നായ ലേഡി അവനെ ഒന്ന് കടിച്ചു. നല്ല പരിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. രുദ്രൻ പറഞ്ഞത് കേട്ട അർജുൻ തൻ്റെ കൈയിലേക്കും പിന്നെ ലേഡിയെയും നോക്കി പല്ല് കടിച്ചു. അപ്പോഴാണ് രുദ്രൻ അർജുൻ്റെ കൈയിലേക്ക് നോക്കിയത്. അയ്യോ സാറേ, എന്നാ പറ്റിയത്? രുദ്രൻ അർജുൻ്റെ കൈ പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നുണ്ടായ രുദ്രന്റെ പ്രവൃത്തിയുടെ ഫലമായി വേദന കൊണ്ട് അർജുൻ്റെ മുഖം ചുളിഞ്ഞു. രുദ്രൻ അവൻ്റെ മുറിവ് കൂടിയാണ് പിടിച്ചത്. സാറേ, ഇത് ഇവള് കടിച്ച മുറിവാണല്ലേ? സാർ ഇവളെ പേടിപ്പിക്കാൻ നോക്കിയോ? സാർ, ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവളുടെ സ്ഥലത്തേക്ക് ആരെങ്കിലും അനാവശ്യമായി കയറി വന്നാൽ അവൾ അപ്പോൾ തന്നെ ആക്രമിക്കും. രുദ്രൻ ഗൂഢമായൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതിനെയൊക്കെ പൂട്ടിയിട്ട് വളർത്തിക്കൂടെ? മനുഷ്യനെ മെനക്കെടുത്താൻ. അർജുൻ കൈ പൊത്തിപ്പിടിച്ചു. അർജുൻ പറഞ്ഞത് കേട്ട് രുദ്രൻ ചിരിച്ചു. അത് സാറ് വഴിയെ പോയത് കൊണ്ടല്ലോ അവള് കടിച്ചത്. സാർ ഇവിടെ കയറി വന്നിട്ടല്ലേ? അതൊക്കെ പോട്ടെ സാറേ, വാ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാം. ഗൗരി, നീ പോയാ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വന്നേ. അപ്പോൾ നീ കൂടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ഇതെല്ലാം കണ്ട് കണ്ണു മിഴിച്ചു നിൽക്കുന്ന ഗൗരിയെ നോക്കി രുദ്രൻ പറഞ്ഞു. അർജുനും ഗൗരിയെ ഒന്നും നോക്കി. എൻ്റെ ഭാര്യയാണ് അർജുൻ സാറേ, ഇത് അവളുടെ വീടാണ്. അർജുൻ അവളെ നോക്കുന്നത് കണ്ട് രുദ്രൻ പറഞ്ഞു. അതൊന്നും വേണ്ട രുദ്രൻ, ഐ ആം ഫൈൻ നൗ. മുറിവ് ഞാൻ പോകുന്ന വഴിക്ക് ഡ്രസ് ചെയ്തോളാം. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ ഒരാളുടെ വാക്ക് കേട്ട് ഇവിടെ നിന്നും മടങ്ങിപ്പോകാനല്ല ഞങ്ങൾ വന്നത്. അർജുൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഓഫ് കോഴ്സ് സാർ, നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ ആരും തടസ്സപ്പെടുത്തില്ല. യു ക്യാൻ സെർച്ച് എനിവേർ. രുദ്രൻ ഒരു ചിരിയോടെയാണ് അത് പറഞ്ഞത്. അത് കേട്ട അർജുൻ മിത്രയെ നോക്കി. മിത്ര, ഈ കൊട്ടാരത്തിന്റെ ഒരു മുക്കും മൂലയും സെർച്ച് ചെയ്യണം. അവനെ ആ വണ്ടിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാകും. ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. യെസ് സാർ. അവർ മറുപടി പറഞ്ഞുകൊണ്ട് തിരച്ചിൽ നടത്താൻ ആരംഭിച്ചു. ഓരോ മുറികളും അവരുടെ സംഘം കയറിയിറങ്ങി പരിശോധിച്ചു. അശോക്, കമിയർ, നീ പോയി CCTV ആ ജീപ്പ് കൂടെ ചെക്ക് ചെയ്യേ.
മേ ബി വി കുഡ് ഫൈൻഡ് സംതിങ് ഔട്ട് ദയർ. അർജുൻ്റെ നിർദ്ദേശം കേട്ടതും അവൻ പുറത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട് ചിരി വന്ന രുദ്രൻ അപ്പുവിനെയും കൂട്ടി ഗൗരിയുടെ അരികിൽ പോയി. എന്താ ഗൗരി, നീ പേടിച്ചോ ഇതെല്ലാം കണ്ടിട്ട്? അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. നിന്റെ ഉണ്ട കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കാതെ ഗൗരി, ഞാൻ നിന്റെ രുദ്രൻ തന്നെയാ, അവൻ ചിരിയോടെ പറഞ്ഞു. എന്താടാ ഇതൊക്കെ, നിന്റെ മുഖം, ശബ്ദം? അവൾ പരിഭ്രമിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. പറയടാ, നിന്നെ എന്തിനാ ഇവര് നിന്നെ അന്വേഷിക്കുന്നത്? നീ എന്താ ചെയ്തേ? അവൾക്ക് ഭയമായിരുന്നു. ഒരിക്കൽ കൈവിട്ടുപോയ ജീവിതം വീണ്ടും കൈവിട്ടു പോകുകയാണെന്ന് അവൾക്ക് തോന്നി. ഗൗരിയുടെ ഭയം മനസ്സിലാക്കിയ രുദ്രൻ അവളോട് ചേർന്ന് നിന്നു. ഗൗരി, ഇവിടെ നടക്കുന്നതാണെങ്കിൽ ഇത് മറ്റൊരാളുടെ തെറ്റാണ്. എന്നാൽ ഒന്നും മനസ്സിലാകാതെ ഗൗരി അവനെ തന്നെ നോക്കി നിന്നു. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? അവളുടെ നിൽപ്പ് കണ്ട് രുദ്രൻ ചോദിച്ചതും ഗൗരി അതേ എന്ന് തലയാട്ടി. തൽക്കാലം നീ വാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, കേട്ടോടി വെമ്പറന്നവരെ. രുദ്രൻ അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി. സമയം മുന്നോട്ട് പോകുന്തോറും അർജുനും സംഘവും കൊട്ടാരം മുഴുവനും പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും ഫിംഗർ പ്രിന്റ്സ് ശേഖരിച്ചു. രുദ്രന് ഇതെല്ലാം തമാശയായാണ് തോന്നിയത്. അവനെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഗൗരിക്കും അപ്പുവിനുമൊപ്പം സമയം ചെലവഴിച്ചു. എന്നാൽ കൊട്ടാരത്തിലെ മറ്റംഗങ്ങൾ രുദ്രനെയും അവന്റെ പ്രവൃത്തികളെയും ഭയത്തോടെ നോക്കി നിന്നു. നീതുവും ആദ്യം തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട അവൻ അവരെ കണ്ണു ചിമ്മി കാണിച്ച ശേഷം ചുമ്മാ ഒന്ന് ചുണ്ടനക്കി. അപ്പോഴേക്കും അർജുൻ രുദ്രനെ തേടി വീണ്ടും വന്നു. ഇത്തവണ അർജുന്റെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മിസ്റ്റർ രുദ്രൻ, ഞങ്ങളുടെ പരിശോധന ഏകദേശം പൂർത്തിയായി. ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ മോശം പ്രവൃത്തിക്ക് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ വാട്ട് ഹാപ്പൻസ് ഹിയർ. ഇറ്റ്സ് ഓക്കെ സാർ, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, അത് തടയാൻ ആർക്കുമാവില്ല. അർജുൻ രുദ്രനെ ചിരിച്ചു കാണിച്ചു. ആ രുദ്രൻ, പറയാൻ വിട്ടു, ഇവിടെയുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് കൂടെ എനിക്ക് വേണമായിരുന്നു. അതുകൂടെ കിട്ടിയാൽ വി ആർ ഡൺ ഹിയർ. അതിനെന്താ സാർ, ഇത്രയുമൊക്കെ സഹകരിക്കാമെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് തരുന്നതിനാണോ തടസ്സം? രുദ്രൻ അർജുന് അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞു. അവിടെയുള്ളവർ ഓരോരുത്തരായി തങ്ങളുടെ വിരലടയാളങ്ങൾ അവൻ നൽകിയ പേപ്പറിൽ പതിപ്പിച്ചു. രുദ്ര, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ആൻഡ് വൺസ് അഗെയിൻ സോറി ഫോർ എവരിതിങ്. അതൊന്നും സാരമില്ല സാർ, നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ. അർജുൻ രുദ്രനെ കൈ കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു. അർജുൻ സാർ, 1 മിനിറ്റ്, ഒന്ന് വരുമോ? അർജുൻ എന്താ എന്ന മട്ടിൽ രുദ്രനെ നോക്കിയ ശേഷം രുദ്രന്റെ അരികിലേക്ക് ചെന്നു. എന്താ രുദ്ര വിളിച്ചത്? അർജുൻ അവനുമായി മാറി നിന്ന ശേഷം ചോദിച്ചു. ഒരു ചെറിയ കാര്യം പറയാനാ സാറിനെ വിളിച്ചത്. സാറിന് ഇഷ്ടമാകുമോ എന്നറിയില്ല, എങ്കിലും ഒരു ഉപദേശം തരാം. അടുത്ത പ്രാവശ്യം സാറ് വരുമ്പോൾ ആ വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. രുദ്രൻ ലേഡി കടിച്ചു മുറിച്ച് അർജുന്റെ കയ്യിലേക്ക് നോക്കി പറഞ്ഞു. അത് പറയുമ്പോൾ രുദ്രന്റെ വാക്കുകളിലെ പുച്ഛം തിരിച്ചറിഞ്ഞ അർജുന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മുഖമടച്ചൊരു അടി കിട്ടിയതുപോലെയായിരുന്നു രുദ്രന്റെ വാക്കുകൾ. അപമാനം സഹിക്കാനാവാതെ അർജുൻ പടിക്കെട്ടുകളിറങ്ങി വണ്ടിക്ക് അകത്തേക്ക് പോയി. കൊട്ടാരത്തിന്റെ പുറത്തേക്ക് പോകുമ്പോഴും അർജുന്റെ കണ്ണുകൾ രുദ്രനിലായിരുന്നു. ലേഡിക്കൊപ്പം ഒരു പരിഹാസ ചിരിയോടെ അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇരു കണ്ണുകളും ഇറക്കി അടച്ചു. അകത്തേക്ക് ചെന്ന രുദ്രനെ വരവേറ്റത് ചുറ്റും കൂടി നിൽക്കുന്ന കുടുംബങ്ങളായിരുന്നു. നിങ്ങൾക്ക് പല സംശയങ്ങളും കാണുമെന്ന് എനിക്കറിയാം. തൽക്കാലം അതിന് ഉത്തരം നൽകാൻ എനിക്ക് സമയവും സൗകര്യവുമില്ല. പിന്നെ ഇതിന്റെ പേരിൽ ഈ നിൽക്കുന്നവളെ ആരെയും എന്തേലും പറഞ്ഞാൽ രുദ്രൻ ആരാന്ന് അവരറിയും. രുദ്രനൊരു താക്കീതെന്നോണം പറഞ്ഞു. ശേഷം അവൻ പോയി ഗൗരിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഗൗരി, നിന്റെ മനസ്സിലും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. മുൻപൊരിക്കൽ ഇവിടേക്ക് വരും മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. 11 വർഷങ്ങൾക്ക് മുമ്പ് നീ കണ്ട രുദ്രനല്ല ഞാൻ. നീ എന്നെ അറിയാനേ ശ്രമിക്കരുത്. ഇപ്പോൾ ഇവിടെ നടന്നതൊക്കെ നീ മറന്നുകളാ. നിനക്കും നമ്മുടെ മോൾക്കും വേണ്ടി ഞാൻ വരും. ഇനി വന്നില്ലെങ്കിൽ രുദ്രൻ മരിച്ചെന്ന് കരുതിക്കോണം. രുദ്രൻ പറഞ്ഞത് കേട്ട ഗൗരി അവന്റെ വാ പൊത്തി. കാത്തിരിക്കും, വരുമെന്ന പ്രതീക്ഷയോടെ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിന്റെ കാത്തിരിപ്പ് അധിക നാൾ ഉണ്ടാകില്ല ഗൗരി. ഡിസംബർ 4-ന് നിന്റെ കാത്തിരിപ്പ് അവസാനിക്കും. ഡിസംബറാണ് ജഡ്ജ്മെന്റ് ഡേ. INS വിക്രമാദിത്യ 285 മീറ്റർ നീളവും 60 മീറ്റർ ഉയരവും 23 ഡെക്കുകളിലായി 19.82 ഏക്കർ വിസ്തൃതിയുള്ള ഇന്ത്യൻ നാവികസേനയുടെ വിക്രാന്തിന്റെ പിന്തുടർച്ചക്കാരി. 45,000 ടൺ കേവ് ഭാരമുള്ള വിക്രമാദിത്യയിൽ ഒരേ സമയം 20-ലേറെ വിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ശേഷിയുള്ള കപ്പലിൽ 1600-ലേറെ നാവികരും 100-ലേറെ ഓഫീസർമാരും അവരവരുടെ ജോലികളിൽ മുഴങ്ങി. റഷ്യൻ എയർക്രാഫ്റ്റ് ഡിസൈനിങ്ങിന്റെ മനോഹാരിതയിൽ കീവ് ക്ലാസ് വിഭാഗത്തിൽ രൂപകൽപ്പന ചെയ്ത വിക്രമാദിത്യയിൽ 4ാം തലമുറയിൽപ്പെട്ട MiG-29 പോർ വിമാനങ്ങളാണ് ഏത് നിമിഷവും പറന്നുയരാൻ തയ്യാറായി നിൽക്കുന്നത്. കാമോവ് 31 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾക്കൊപ്പം ചേതക് ഹെലികോപ്റ്ററുകളും വിക്രമാദിത്യയുടെ ആയുധപ്പുരയിൽ സജ്ജമായി നിന്നു. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള പ്രയാണം ആരംഭിച്ചിട്ട് 4 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ലൊക്കേഷൻ അൺനോൺ. വിക്രമാദിത്യ 20 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ കിഴക്കുഭാഗം ലക്ഷ്യമാക്കി നീങ്ങി. അരേ സെയ്ദ് സാബ്, ക്യാപ്റ്റൻ സാബ് ആപ്കോ ബുലാ റാ ഹൈ. കടൽ കാറ്റേറ്റ് ഇന്ത്യൻ പതാക പാറിപ്പറക്കുന്നത് നോക്കി നിന്ന ലഫ്റ്റനന്റ് സെയ്ദ് നൂഹിന്റെ അരികിലെത്തി പെറ്റി ഓഫീസർ രാകേഷ് പറഞ്ഞു.
എന്നാൽ അത് കേട്ട് സെയ്ദിന്റെ മുഖം ചുളിഞ്ഞു. രാകേഷ് ജി, ഇതിപ്പോൾ എന്ത് കാര്യത്തിന് എന്നെ ചീത്ത വിളിക്കാനാണ് അങ്ങേര് വിളിക്കുന്നത്? ലഫ്റ്റനന്റ് സെയ്ദ് വിക്രമാദിത്യയുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. അതിനാൽ തന്നെ മലയാളിയായ രാകേഷിനോട് സെയ്ദ് പെട്ടെന്ന് തന്നെ അടുക്കുകയും ചെയ്തിരുന്നു. ഒരു സഹോദരനോടെന്ന പോലെയാണ് രാകേഷും അവനോട് പെരുമാറിയത്. സാബ്, അങ്ങനെയൊന്നും കരുതരുത്. രാകേഷ് സെയ്ദിനെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പിന്നെ എങ്ങനെ കരുതാനാണ് രാകേഷ് ഏട്ടാ? വന്ന് കയറിയപ്പോൾ മുതൽ അങ്ങേരെ എനിക്കിട്ട് ചൊറിയാൻ തുടങ്ങിയത്. സെയ്ദ്, ഐ നെവർ സീൻ എ ലേഡി ഓഫീസർ ലൈക്ക് യു ഇൻ മൈ എൻറ്റയർ ലൈഫ്. സെയ്ദ്, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദിസ്. സെയ്ദ് ക്യാപ്റ്റനെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു. ऐसा कुछ नहीं है സെയ്ദ് സാബ്, ക്യാപ്റ്റൻ आपको മോട്ടിവേറ്റ് करने के लिए कोशिश करता है. രാകേഷ് ഒരു ചിരിയോടെ പറഞ്ഞു. ഹീ ലൈക്സ് യു. പക്ഷേ സാബിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ മസ്റ്റാണ്. നെക്സ്റ്റ് വീക്കാണ് അദ്ദേഹം വൈസ് അഡ്മിറൽ അശോക് പ്രധാന് ചാർജ് കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്ക്വാഡ് പെർഫെക്റ്റ് ആയിരിക്കാനാണ് അദ്ദേഹം സാബിനെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുന്നത്. രാകേഷിന്റെ വാക്കുകൾ കേട്ട് സെയ്ദ് പുഞ്ചിരിച്ചു. എന്നാ രാകേഷ് ഏട്ടാ, ഞാൻ പോയി പുള്ളിക്കാരനെ ഒന്ന് കണ്ടിട്ട് കേൾക്കാനുള്ളത് കേട്ടേച്ചും വരാം. ജയ് ഹിന്ദ് സാബ്. രാകേഷ് സെയ്ദിന് സല്യൂട്ട് നൽകിക്കൊണ്ട് പറഞ്ഞു. ജയ് ഹിന്ദ്. അവർ തിരിച്ച് സല്യൂട്ട് ചെയ്ത ശേഷം ക്യാപ്റ്റന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഡോർ നോക്ക് ചെയ്ത ശേഷം സെയ്ദ് ക്യാപ്റ്റന്റെ ക്യാബിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ക്യാപ്റ്റൻ VS സുർജിത്ത് സിംഗിന് സല്യൂട്ട് നൽകി. ഫയലുകൾ പരിശോധിക്കുകയായിരുന്ന ക്യാപ്റ്റൻ അവനെ മുഖമുയർത്തി നോക്കി. സിറ്റ് ഡൗൺ ലെഫ്റ്റനന്റ്. സുർജിത്തിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൻ തൊപ്പി ഉരുമാറ്റി മുന്നിലെ കസാരയിലേക്ക് ഇരുന്നു. സെയ്ദ്, വാട്ട് ഈസ് ദ കളർ ഓഫ് യുവർ യൂണിഫോം? അവന്റെ മുഖത്തേക്ക് നോക്കിയാണ് അദ്ദേഹം ചോദിച്ചത്. സാബ്, ഇറ്റ് ഈസ് വൈറ്റ്. ക്യാപ്റ്റൻ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് പിടികിട്ടാതെ സെയ്ദ് അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി. സെയ്ദ്, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് നേവി യൂണിഫോമിന്റെ കളർ വെള്ളയായതെന്ന്? ഐ ഡോണ്ട് നോ സാബ്. അവന് മറുപടി പറയാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. സെയ്ദ്, 7 നിറങ്ങളുടെ സംയോജനമാണ് നീയും ഞാനും അണിഞ്ഞിരിക്കുന്ന ഈ തൂവെള്ള നിറം. 7 സമുദ്രങ്ങളുടെ റെപ്രസെന്റേഷൻ കൂടിയാണ് ഈ നിറങ്ങൾ. ആ നിറങ്ങൾ സംയോജിക്കുന്നത് പോലെയാണ് ഓരോ നാവികനും. പലവിധ കഴിവുകൾ സംയോജിപ്പിച്ചാണ് ഓരോ നാവികനും പരുവപ്പെടുക. നിനക്ക് ആ കഴിവ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു നാവികനിൽ പോലും കാണാത്ത തരത്തിൽ യു ആർ ലേസി, അരഗൻ, യു കാൻ ഫോളോ എ സിമ്പിൾ ഓർഡർ പ്രോപ്പർലി. ക്യാപ്റ്റന്റെ ഉപദേശങ്ങളും ശകാരവും സെയ്ത് ശ്വാസം അടക്കി പിടിച്ച് മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ കേട്ടു. ക്യാപ്റ്റൻ തുടർന്നും അവനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു നാവികൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണമെന്നെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു. സെയ്ദ്, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്? ക്യാപ്റ്റൻ ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു. യെസ് സാബ്. അവൻ ഉറച്ച ശബ്ദത്തിൽ മറുപടി കൊടുത്തു. സെയ്ദ്, ഞാനിവിടെ ഒരാഴ്ച കൂടി മാത്രമേ ഉണ്ടാകൂ. റിട്ടയർമെന്റിനായി ഞാൻ ചാർജ് കൈമാറുമ്പോൾ എൻ്റെ കീഴിലെ ഒരു നാവികനെ കുറിച്ച് പോലും മേലധികാരികൾ കുറ്റം പറയുന്നത് എനിക്ക് സഹിക്കില്ല. അതെൻ്റെ മുഖത്ത് നോക്കി ഞാൻ കഴിവ് കെട്ടവനാണെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാകും. നിന്നിൽ ഞാൻ ശോഭനമായൊരു ഭാവി കാണുന്നുണ്ട്. കുട്ടികളി കളിച്ച് ജീവിതം നശിപ്പിക്കാതെ ഉള്ള കഴിവുകൾ വെച്ച് ഈ രാജ്യത്തിൻ്റെ അഭിമാനമാകാൻ ശ്രമിക്കുക. അത് കേട്ട് സെയ്ദ് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ തൊപ്പി ധരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്തു. ഐ വിൽ സാബ്. ഞാൻ എൻ്റെ രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരിക്കും. ജയ് ഹിന്ദ്. അവൻ ആവേശത്തോടെ പറഞ്ഞു. ജയ് ഹിന്ദ്. സുർജിത്ത് അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവൻ്റെ വാക്കുകളിൽ മനം നിറഞ്ഞൊരു പുഞ്ചിരി. വിക്രാന്തിൻ്റെ ഓപ്പറേറ്റർ റൂമിൽ മോണിറ്റർ സ്ക്രീനിൽ സെയ്ദ് കണ്ണു നട്ടിരുന്നു. ഭയ്യ, ചെക്ക് ഓൾമോസ്റ്റ് എവരി സർവൈലൻസ് ക്യാമറ ഇൻ ദ ഏരിയ, ബട്ട് സൈറ്റിൽ നെഗറ്റീവ് റെസ്പോൺസ്. വിക്രാന്തിൻ്റെ ഓപ്പറേറ്റർ സിസ്റ്റത്തിൽ നിന്നും പോർട്ട് ഏരിയയിലെ സർവൈലൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഗിരിധറിൻ്റെ ഫോണിൽ നിന്നും പഴയ കപ്പലുകളുടെ എൻജിൻ പാർട്സ് ലഭിച്ചെന്ന് കാട്ടി അയച്ച മെസ്സേജിന് റിപ്ലൈ ലഭിച്ചിരുന്നു. രാവിലെ 11-ന് ഓൾഡ് പോർട്ടിലേക്ക് വരാനായിരുന്നു നിർദ്ദേശം. കാത്തു നിൽക്കേണ്ട ഭാഗത്തെക്കുറിച്ച് മെസ്സേജിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ പുലർച്ചയ്ക്കാണ് സയ്യിദ് നൂഹ് എന്ന മക്ബറയ്ക്ക് അവരുടെ നിർദ്ദേശം ലഭിച്ചത്. ഈ ഒരു കൂടിക്കാഴ്ച മുന്നിൽ കണ്ട് രുദ്രന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ മാസ്കും വോയിസ് മോഡുലേറ്ററും രുദ്രനെ ലേഡിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ അവർ എത്തിച്ചു നൽകിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയ അർജുനായിരുന്നു രുദ്രന്റെ വേഷപ്പകർച്ചയുടെ ആദ്യ ഇര. ആർ യു ഷുവർ? സെയ്ദ് പറഞ്ഞത് കേട്ടതും അതൊന്നുകൂടി ഉറപ്പിക്കാനായി രുദ്രൻ ചോദിച്ചു. 100% ഭയ്യ. ഇനി അവർ വരാതിരിക്കുമോ? അവൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അവർ ഉറപ്പായും വരും സെയ്ദ്. അതെന്നെ കൊല്ലാൻ ശ്രമിക്കാനാണെന്ന് മാത്രം. ഇതൊരു മരണക്കിണിയാണെന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇവിടേക്ക് വന്നതും. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് നിന്റെ സെയ്ദ് നൂഹിലേക്കുള്ള വേഷപ്പകർച്ച? രുദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഈസ് ബോറിംഗ് ഭയ്യ. ഞാൻ ഭയ്യയുടെ ടൈപ്പാണെന്ന് ഭയ്യക്കറിയില്ലേ. എനിക്ക് ഈ യൂണിഫോം പരിപാടിയൊന്നും ചേരില്ല. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം ആൻഡ് സെറ്റപ്പ് ഇറ്റ്സ് സ്കൂൾ മാൻ. അല്ല ഭയ്യ, ഭയ്യ എന്താണ് ഇന്ന് കമ്മീഷണർ അർജുനുമായി ഉണ്ടായത്? അവൻ വീട്ടിൽ കയറി തോന്നിയാസം കാണിച്ചിട്ടും ഭയ്യ എന്താ ഒന്നും പ്രതികരിക്കാത്ത? അതുകൊണ്ടല്ലേ ആ നായിൻ്റെ മോൻ വീട്ടിൽ കയറി ഷോ കാണിച്ചത്? ഇനിയിപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഭയ്യയ്ക്കും ഗൗരി ചേച്ചിക്കും നേരിടേണ്ടി വരില്ലേ? ഞാൻ അന്നേ പറഞ്ഞത് അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയാൻ. അപ്പോൾ ഭയ്യക്കെല്ലാം തമാശ. സെയ്ദിന്റെ വാക്കുകൾ കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. ഭയ്യ എങ്ങനെ ചിരിക്കണ്ട.
ഐ നോ യു ആർ എ പ്ലാനിങ് സംതിങ്. ഷട്ടപ്പ്, നീ ഇപ്പം മിണ്ടാതിരിക്കുക, നീ ഇപ്പോൾ ജോബിലാണ്, രുദ്രൻ പറഞ്ഞു. യെസ് സാബ്, വാച്ച് ഇൻ ദ മോണിറ്റർ. സ്റ്റിൽ നെഗറ്റീവ് റെസ്പോൺസ്. സെയ്ദ്, റൺ ദ തെർമൽ ഇമേജിംഗ്. അവർ മറഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ബ്രില്യൻ്റ് ഐഡിയ ഭയ്യ. ഞാൻ ആ ക്യാമറ മൊത്തം ഹാക്ക് ചെയ്യാം. അങ്ങനെ അവൻ ആ ഏരിയയിലെ ക്യാമറകൾ ഹാക്ക് ചെയ്യാൻ ആരംഭിച്ചു. രുദ്രൻ അത് കേട്ട് ചിരിയാണ് വന്നത്. സെയ്ദ്, യു ആർ ലൈക്ക് എ ചൈൽഡ് വിത്ത് എക്സ്പെൻസീവ് ടോയ് ആൻഡ് സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ടു പ്ലേ വിത്ത് ഇറ്റ്. ഭയ്യ ആപ് ക്യാ ബാത് കർ റാ ഹൈ? ഒരു നിമിഷം നിശബ്ദനായവൻ രുദ്രനോട് ചോദിച്ചു. ഡാ, നീ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ നാവികസേനയുടെ തന്നെ അഭിമാനമായ വിക്രമാദിത്യയിലാണ്. നിനക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ISROയുടെ ഏത് സാറ്റലൈറ്റ് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഈ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുന്നത്? അത് കേട്ടതും സെയ്ദിന്റെ മുഖം വിടർന്നു. ഭയ്യ, പറയാതിരിക്കാൻ വയ്യ. യു ആർ എ മാഡ് ജീനിയസ്. അവൻ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് സാറ്റലൈറ്റ് ആക്സസ് ചെയ്യാൻ ആരംഭിച്ചു. ISROയുടെ ഇൻസാറ്റ് 3DR സാറ്റലൈറ്റ് ആണ് അതിനായി അവൻ തിരഞ്ഞെടുത്തത്. ഏറ്റവും മികവേറിയ ഇമേജിംഗ് സിസ്റ്റമായിരുന്നു ഇൻസാറ്റ് 3DR അവന് നന്നായി അറിയാമായിരുന്നു. വിക്രാന്തിന്റെ പാസ് കീ ഉപയോഗിച്ച് അവൻ ഇൻസാറ്റ് 3DR നിയന്ത്രിക്കാൻ ആരംഭിച്ചു. കമാൻഡർ ലഭിച്ചതും സാറ്റലൈറ്റ് രുദ്രൻ നൽകുന്ന സ്ഥലത്തെ തെർമൽ ഇമേജിംഗ് ലൈവായി കാട്ടിത്തുടങ്ങി. ഈസ് മാഗ്നിഫിസന്റ് ഭയ്യ. ഐ ക്യാൻ സീ യു നൗ. ഐ ലവ് ദിസ് മിഷൻ. സെയ്ദ് പോർട്ട് ഏരിയ മൊത്തം സ്കാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭയ്യ, ഐ തിങ്ക് someone inside the container cargo, just 20 yards from your right. Are you sure, Said? Yes, Bhaiya. Proceed to engage. സെയ്ദ് രുദ്രന്റെ നിർദ്ദേശം നൽകി. രുദ്രൻ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അറയിൽ നിന്നും തോക്കെടുത്ത് അവൻ കയ്യിൽ പിടിച്ചു. കണ്ടെയ്നറിന്റെ മുമ്പിലെത്തിയതും അതിന്റെ ഒരു പാളി വലിച്ചു തുറന്ന ശേഷം അവൻ മറു സൈഡിലേക്ക് മാറി. പെട്ടെന്നുണ്ടായ രുദ്രന്റെ പ്രവൃത്തിയിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നയാൾ ഞെട്ടി. അയാൾ തന്റെ തോക്കെടുത്ത് വാതിൽ ലക്ഷ്യമാക്കി തുരുതര പുറത്തേക്ക് വെടിയുതിർത്തു. അകത്ത് നിന്ന് കേട്ട വെടിവെച്ച കൊണ്ട് തന്നെ രുദ്രന് മനസ്സിലായിരുന്നു എതിരാളിയുടെ കയ്യിലുള്ളത് AK-47 ആണെന്ന്. കണ്ടെയ്നർ തുളച്ച് പുറത്തേക്ക് വരുന്ന വെടിയുണ്ടകളിൽ നിന്നും രക്ഷ നേടാൻ അവൻ അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. മുന്നിൽ ശത്രുവിനെ കാണാൻ കഴിയാതെ അയാൾ വെടിയുതിർത്തൽ നിർത്തി. ഭയ്യ, വാട്ട് ഈസ് ഹാപ്പനിങ് ദയർ? തുടർച്ചയായുള്ള വെടിവെച്ച് കേട്ട് സെയ്ദ് ചോദിച്ചു. 1 minute സെയ്ദ്, ലെറ്റ് മീ ഫിനിഷ് ദിസ്. രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഭയ്യ, ഡോണ്ട് ഡു എനിത്തിങ് റാബിഷ്. നമുക്കവനെ ജീവനോടെ വേണം. മുന്നിലെത്തുന്ന ശത്രുവിനെ കൊല്ലാൻ കാണിക്കുന്ന രുദ്രന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് സെയ്ദ് മുന്നറിയിപ്പെന്ന പോലെ പറഞ്ഞു. യു ഡോണ്ട് ഹാവ് ടു റിമൈൻ മീ എനിത്തിങ് സെയ്ദ്. എനിക്ക് ഈ സിറ്റുവേഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഇപ്പോൾ അവന്റെ പൊസിഷൻ പറഞ്ഞതാ. കണ്ടെയ്നറിന്റെ അകത്ത് ഇരുട്ടാണ്. ഐ കാൻ സീ എനിത്തിങ്. അകത്തു നിന്നുള്ള ഫയറിംഗ് നിലച്ചതോടെ ശത്രുവിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാവാതെ രുദ്രൻ പറഞ്ഞു. സെയ്ദ് തന്റെ മുന്നിലെ സ്ക്രീനിലേക്ക് നോക്കി. അതിൽ രുദ്രന്റെയും ശത്രുവിന്റെയും പൊസിഷൻ നോക്കി മനസ്സിലാക്കി. ഭയ്യ, അവൻ ആ കണ്ടെയ്നറിന്റെ ലെഫ്റ്റ് കോർണറിലുണ്ട്. ആ സൈഡിൽ നിന്നും അവനെ ഈസിയായി ഭയ്യയെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കും ആ റിസ്ക് ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റില്ല. ഭയ്യക്കുണ്ടാകുന്ന ചെറിയ പരിക്ക് പോലും അപകടമാണ്. അത് ഈ മിഷൻ തന്നെ നശിപ്പിക്കും, സെയ്ദ് ആദിയോടെ പറഞ്ഞു. എന്നാൽ രുദ്രന് ചിരിയാണ് വന്നത്. ഡോൺ വറി മൈ ബ്രദർ. ഇതിനു മുമ്പിൽ ഇത് നമ്മൾ ഫേസ് ചെയ്തപ്പോഴൊന്നും എനിക്ക് ഈ ഭയമില്ലായിരുന്നല്ലോ. വാട്ട് ഹാപ്പൻ നൗ? ഭയ്യ, അതെല്ലാം ശത്രുരാജ്യത്തിന്റെ മണ്ണിലായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്നതല്ല. പക്ഷേ ദിസ് ഈസ് അവർ കൺട്രി. ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിനും ഭേദം മരണമാണ്. രുദ്രൻ പെട്ടെന്ന് ചുറ്റും നോക്കി. ഉടനെ നിലത്ത് കിടന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു കല്ലെടുത്ത് അവൻ കണ്ടെയ്നറിന്റെ മുകളിൽ അയാൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു. എന്നാൽ കണ്ടെയ്നറിന്റെ മുകളിലേക്ക് രുദ്രൻ കയറിയതാണെന്ന് തെറ്റിദ്ധരിച്ച അയാൾ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഈ സമയം മതിയായിരുന്നു രുദ്രനെ അവന്റെ ലക്ഷ്യം കാണാൻ. മുന്നോട്ട് നീങ്ങി നിന്ന രുദ്രൻ ശത്രുവിന്റെ കാലുകൾ ലക്ഷ്യമാക്കി വെടിയുതിർത്തു. ബുള്ളറ്റ് കയറി വേദന കൊണ്ട് പുളഞ്ഞ അയാളുടെ ഞെരുക്കം അവന് കേൾക്കാമായിരുന്നു. കയ്യിൽ നിന്നും തോക്ക് താഴെ വീണതിന് പിന്നാലെ ഒന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ അയാളും താഴേക്ക് വീണു. തന്റെ ബുള്ളറ്റ് ലക്ഷ്യം കണ്ടെന്ന് മനസ്സിലാക്കിയ രുദ്രൻ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് നടന്നു കയറി. എന്നാൽ അയാൾ രുദ്രനെ മുന്നിൽ കണ്ടതും പരിക്കേറ്റ് വേദന കൊണ്ട് പുളയുന്നതിന്റെ ഇടെ താഴെ വീണ തോക്ക് തപ്പിയെടുത്ത് രുദ്രന് നേരെ വെടിയുതിർത്തു. ഈ നീക്കം മുന്നിൽ കണ്ട രുദ്രൻ കണ്ടെയ്നറിന്റെ ഉള്ളിലെ ഇരുട്ടിലേക്ക് പറഞ്ഞു. പെട്ടെന്നുള്ള രുദ്രന്റെ നീക്കത്തിൽ പതിരെ അയാൾ എവിടേക്ക് ലക്ഷ്യം വെക്കണമെന്നറിയാതെ പകച്ചു. പിന്നെ ചുറ്റും വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഈ സമയം കണ്ടെയ്നറിന്റെ വലതുഭാഗത്ത് ശബ്ദം കേട്ട അയാൾ അവിടേക്ക് വെടിയുതിർത്തു. പെട്ടെന്ന് ഇടതുഭാഗത്തായി ശബ്ദം കേട്ടു. അയാൾ അവിടേക്ക് ലക്ഷ്യം വെച്ച് വെടിയുതിർത്തു. അങ്ങനെ ഓരോ സൈഡിൽ നിന്നും ശബ്ദം കേൾക്കാൻ തുടങ്ങിയതും അയാൾ തുരുതുര വെടിയുതിർത്തു. ഉടനെ തോക്കിലെ അവസാന വെടിയുണ്ടയും തീർന്നതോടെ അയാൾ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. ഇരുട്ടിൽ അയാൾക്കൊന്നും വ്യക്തമായിരുന്നില്ല. വേദന താങ്ങാനാവാതെ അവൻ തോക്കിൽ മുറുകെ പിടിച്ചു. എന്തും നേരിടാൻ അവൻ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചതും അവന്റെ കാലിൽ രുദ്രന്റെ പിടി വീണതും ഒന്നിച്ചായിരുന്നു. സ്മിത്ത് ആൻഡ് വെസൺ 500 മോഡൽ പിസ്റ്റളിൽ നിന്നും വെടിയേറ്റ അവന്റെ കാലിലെ എല്ല് തകർത്താണ് ബുള്ളറ്റ് പുറത്തേക്ക് പോയത്. രുദ്രൻ അവന്റെ വെടികൊണ്ട കാലിൽ അമർത്തി പിടിച്ചതും വേദന കൊണ്ട് അവൻ പുളഞ്ഞു. അപ്പോഴും ഞെരുക്കങ്ങളല്ലാതെ അവന്റെ ശബ്ദം ഉയർന്നു കേട്ടില്ല. അതോടെ രുദ്രൻ അവനെ കാലിൽ പിടിച്ചു വലിച്ച് കണ്ടെയ്നറിന്റെ ചുവരിലേക്കടിച്ചു. അതിന്റെ പ്രതിഫലനം എന്നോണം വെടികൊണ്ട് തകർന്ന അവന്റെ കാൽ രണ്ടായി ഒടിഞ്ഞു തൂങ്ങി.
അപ്പോഴും അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. താഴെ വീണ് അവനെ രുദ്രൻ പൊക്കിയെടുത്ത ശേഷം മൊബൈലിന്റെ ഫ്ലാഷ് അവന്റെ മുഖത്തേക്ക് അടിച്ചു. 16 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. മരണവെപ്രാളം കൊണ്ട് പിടയുന്ന അവനെ ഒരു നിമിഷം രുദ്രൻ നോക്കി നിന്നു. തന്റെ കൃത്യം നിർവഹിക്കാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഏൽപ്പിച്ച തന്ത്രം കണ്ട് രുദ്രന് പുച്ഛം തോന്നി. തുമാര സാത്തിയോ കഹായേ, നാം ക്യായ തുമാര, രുദ്രൻ അവനോട് ചോദിച്ചു. എന്നാൽ രുദ്രനെ ദയനീയമായി നോക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അരെ ബോൾ, നിന്റെയൊക്കെ ലക്ഷ്യമെന്താ? നിനക്കൊപ്പമുണ്ടായിരുന്നവർ എവിടെയാണ്? അരെ ബോൾ സാലേ, രുദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു. എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ലെന്ന് കണ്ട രുദ്രൻ അവന്റെ കാലിലെ മുറിവിൽ വിരലമർത്തി. വേദന കൊണ്ട് പുളഞ്ഞുപോയ അവൻ അപ്പോഴും ഞെരുങ്ങിക്കൊണ്ടിരുന്നതല്ലാതെ ഒരു അക്ഷരം മിണ്ടിയില്ല. സംശയം തോന്നിയ രുദ്രൻ അവന്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് വാ പിളർത്തി നോക്കി. രുദ്രൻ ഞെട്ടിപ്പോയിരുന്നു. അവന്റെ നാവ് മുറിച്ചു മാറ്റിയിരുന്നു. അതിനാലാണ് അവനൊന്നും സംസാരിക്കാൻ കഴിയാത്തത്. ഡാമിറ്റ്, രുദ്രൻ ദേഷ്യം കൊണ്ട് നിലത്ത് കൈ ചുരുട്ടിയടിച്ചു. ഭയ്യ, വാട്ട് ഹാപ്പൻ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എനിക്കിവിടെ ഒന്നും കറക്റ്റായി കേൾക്കാൻ പറ്റുന്നില്ല. ആകാംക്ഷയോടെ മറുതലക്കിൽ നിന്നുള്ള സെയ്ദിന്റെ ചോദ്യം രുദ്രനെ തേടിയെത്തി. അവനിനി ഒന്നും പറയില്ല സെയ്ദ്, അവന്മാർ ഇവന്റെ നാവ് മുറിച്ചെടുത്തിരുന്നു. രുദ്രൻ നിരാശയോടെ പറഞ്ഞു. ഭയ്യ, ദിസ് ഈസ് ബാഡ് ഫോർ ആസ്, റിയലി ബാഡ്. സെയ്ദിന്റെ ഉള്ളിൽ ആശങ്കയായിരുന്നു. തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവസാന പിടിവള്ളിയാണ് അവിടെ നിശബ്ദമായത്. നീ പേടിക്കണ്ടടാ, അവൻ ഇപ്പോഴും ജീവനുണ്ട്. സംസാരിക്കാൻ ചിലപ്പോൾ നാവ് തന്നെ വേണമെന്നില്ല. മുജെ ദേക്കോ, ഞാൻ ചോദിക്കുന്നതിനെല്ലാം നീ കൈകൊണ്ട് ഉത്തരം പറയണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തലയാട്ടണം. അവൻ തലയാട്ടി മനസ്സിലാവുന്നുണ്ടെന്ന് സമ്മതിച്ചു. ഓ ഗുഡ്, നോ ആൻസർ മീ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അവൻ അറിയില്ലെന്ന് തലയാട്ടി. നീ എൻ്റെ അടുത്ത് നുണ പറയരുത്. നിനക്കൊന്നും അറിയില്ലെന്ന് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. നീ മര്യാദക്ക് പറ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അവൻ വീണ്ടും അറിയില്ലെന്ന് തലയാട്ടി. അത് കണ്ട് രുദ്രന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശരി, സമ്മതിച്ചു, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ എത്ര പേരാണുള്ളതെന്ന് നിനക്ക് അറിയാതിരിക്കില്ലല്ലോ. അവൻ തൻ്റെ 10 വിരലുകളും രുദ്രനെ കാട്ടി. നിന്നെ കൂടാതെയാണോ 10 പേർ? അവൻ അല്ലെന്ന് തലയാട്ടി. നിങ്ങൾ എവിടെയാണ് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടത്? മറ്റുള്ളവർ ഇപ്പോൾ എവിടെയാണുള്ളത്? അവൻ അറിയില്ലെന്ന് തലയാട്ടി. എങ്കിൽ നീ ഇതിനുള്ളിൽ എന്തെടുക്കുകയായിരുന്നു? രുദ്രന്റെ ചോദ്യത്തിന് അവനൊരു ചിരിയാണ് മറുപടി നൽകിയത്. അവൻ കണ്ടെയ്നറിന്റെ പിൻഭാഗത്തേക്ക് നോക്കി. അവിടെ എന്താണെന്നറിയാൻ രുദ്രൻ അവിടേക്ക് ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ നോക്കി. നിരവധി വലിയ ബോക്സുകൾ അവിടെ വച്ചിരിക്കുന്നത് അവൻ കണ്ടു. എല്ലാം തടി കൊണ്ടുള്ളത്. അവനെ നിലത്തേക്ക് എടുത്ത ശേഷം രുദ്രൻ ആ ബോക്സുകളുടെ അടുത്തേക്ക് ചെന്നു. ബോക്സിന്റെ മൂടി അടുത്ത് കിടന്ന ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് കുത്തിപ്പൊളിച്ചു. കപ്പലിന്റെ എഞ്ചിൻ പാർട്സുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവൻ മറ്റു ബോക്സുകളുടെ മൂടിയും കുത്തി തുറന്നു. അതിലെല്ലാം ഗിരിധറിലൂടെ അവർ സ്വന്തമാക്കിയ കപ്പലിന്റെ വിവിധ എഞ്ചിൻ പാർട്സുകളായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവസാന ബോക്സ് കുത്തി തുറന്ന രുദ്രൻ ഞെട്ടി. ബുൾഷിറ്റ് സെയ്ദ്, ഇറ്റ്സ് എ ബോംബ്, രുദ്രൻ ഉറക്കെ അലറി. ബോക്സിന്റെ ഉള്ളിൽ ടൈമർ ഘടിപ്പിച്ച വലിയ പ്രഹരശേഷിയുള്ള ബോംബായിരുന്നു ഉണ്ടായിരുന്നത്. ബോംബ് പൊട്ടാൻ വെറും 30 സെക്കൻഡുകൾ മാത്രം അവശേഷിച്ചിരുന്നു. ബോക്സിനൊപ്പം കുറച്ച് പേപ്പറുകളും ഉണ്ടായിരുന്നു. അതുമെടുത്ത് രുദ്രൻ പുറത്തേക്ക് ഓടി. എന്നാൽ പാതി ഭാഗം കഴിഞ്ഞതും നിലത്ത് കിടന്ന 16-കാരൻ രുദ്രന്റെ കാലിൽ മുറുകെ പിടിച്ചു. രുദ്രൻ അവനെ കാലുകൊണ്ട് തുഴിച്ചെറിയാൻ ശ്രമിച്ചെങ്കിലും ഇരു കൈകൾ കൊണ്ടും രുദ്രന്റെ കാലിൽ പിടിമുറുക്കി. കുടഞ്ഞെറിയാൻ ശ്രമിക്കുന്തോറും അവൻ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. ബോംബിന്റെ ടൈമർ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നതും രുദ്രൻ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചു. മുന്നിൽ ഗൗരിയും അപ്പുവും വന്നു നിൽക്കുന്ന പോലെ രുദ്രന് തോന്നി. തെർമൽ ഇമേജിങ്ങിലൂടെ ഇത് കണ്ടുകൊണ്ടിരുന്ന സെയ്ദ് ഞെട്ടി. പയ്യ റൺ! അവൻ ചാടി എഴുന്നേറ്റുകൊണ്ട് അലറിയതും കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ട് സെയ്ദ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു. ഹായ്, ഇനി അടുത്ത പാർട്ട് വലിയ സ്റ്റോറിയാണ്, അതുകൊണ്ടാണ് കേട്ടോ അടഞ്ഞുപോയി. അടുത്ത പാർട്ട് 2 ദിവസത്തിനുള്ളിൽ ഉടനെ വരും. കാത്തിരിക്കുക. ലവ് യു ഓൾ, ബൈ.